ത്തിൻ്റെ സ്വാധീനം കൊണ്ടുണ്ടായ മറ്റ് മാനവിക വിരുദ്ധമായ ആശയങ്ങളും കൂടി കൂടിക്കലർന്ന് വികൃതമാക്കപ്പെട്ടത് കൊണ്ടാണ് അവ പലപ്പോഴും വൽക്കരിക്കപ്പെട്ടത് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കണമെന്ന് മാത്രമാണ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് അനുബന്ധമായി സൂചിപ്പിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി വൽ ഫുൽകിൽ ലതീ തജ്രി ഫിൽ ബഹ്രി ബിമാ യൻഫഉൻ നാസ് والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. നിച്ച് ഓഫ് ട്രൂത്ത് പ്രവർത്തനങ്ങൾ, ചോദ്യോത്തരത്തോടുകൂടിയ പൊതുപ്രഭാഷണങ്ങൾ, മതനേതാക്കളുമായി സ്നേഹസംവാദങ്ങൾ, സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് കോഴ്സ്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും, ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഗ്രന്ഥങ്ങളും കാസറ്റുകളും, പ്രബോധനത്തിനു വേണ്ടി മാത്രമായി ഒരു ദൃശ്യ ശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ, ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരു ആനുകാലിക സ്നേഹസംവാദം മാസിക, ഇസ്ലാമിനെക്കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ്, ലോക പ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കേസറ്റുകൾക്കുള്ള ലൈബ്രറി, പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി, പ്രബോധന പരിശീലന ക്യാമ്പുകൾ, ദഅവ വർക്ക്ഷോപ്പുകൾ, ഖുർആൻ പരിഭാഷാ വിതരണം, ഗ്രാമാന്തരങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശമെത്തിക്കാൻ മൊബൈൽ ദഅവ യൂണിറ്റ്, നേരിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ നിച്ച് ഓഫ് ട്രൂത്ത് സെന്ററുകൾ. നാദ സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായൊരു സംരംഭമാണിത്. നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണം. ആമീൻ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബ്ദുൽ സമദ്, സ്ഥലം പുതുനഗരം. എല്ലാ രാജ്യത്തും പ്രവാചകന്മാർ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ നാട്ടിലുള്ള പ്രവാചകന്മാർ പറഞ്ഞ പോലെ ചെയ്താൽ സ്വർഗം കിട്ടുമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. സഹോദരങ്ങളെ, എന്താണ് ഇസ്ലാം എന്ന വിഷയമാണ് നമ്മുടെ മുന്നിൽ ഇവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പ്രപഞ്ചത്തെ പടച്ച് പരിപാലിക്കുന്ന പടച്ച തമ്പുരാൻ അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടി, പഠിപ്പിക്കാൻ വേണ്ടി പ്രവാചകന്മാരുടെ നിയോഗമുണ്ടായി എന്നും ആ പ്രവാചകന്മാരുടെ നിയോഗമുണ്ടാകാത്ത ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല എന്നും പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ച അടിസ്ഥാനപരമായ ആശയം സർവേശ്വരനായ തമ്പുരാന് മാത്രം ജീവിതത്തെ സമർപ്പിക്കുക അഥവാ ഇസ്ലാം എന്ന ആശയമാണെന്നും ആ ഇസ്ലാം പഠിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്ന പ്രവാചകന്മാരിൽ അന്തിമനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആനെന്നും മനുഷ്യരുടെ കൈകടത്തലുകൾ നടക്കാത്ത വേദഗ്രന്ഥവും പൂർണ്ണമായി രേഖപ്പെടുത്തപ്പെട്ട ജീവിതചര്യയും പരിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ ജീവിതചര്യയുമാണെന്നും ഇവയനുസരിച്ചു കൊണ്ടുള്ള ജീവിതത്തിന് മാത്രമേ മനുഷ്യരുടെ ആത്യന്തികമായ ലക്ഷ്യമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗപ്രവേശത്തിന് അർഹമാവുക എന്ന
ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ മനുഷ്യരെ പ്രാപ്തമാക്കുകയുള്ളൂ എന്നുമുള്ള കാര്യങ്ങളാണ് സംക്ഷിപ്തമായി നമ്മുടെ മുന്നിൽ ഇവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി വിഷയകമായ തുറന്ന ചർച്ചയാണ്. വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഉള്ള വിമർശനങ്ങളും സംശയങ്ങളും ഉന്നയിച്ച് ഈ ചർച്ചയെ, തുറന്ന സംവാദത്തെ, ഈ സ്നേഹസംവാദത്തെ ജീവസുറ്റതാക്കി തീർക്കണം എന്ന് ആമുഖമായി അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ സുഹൃത്തിൻ്റെ ചോദ്യം, എല്ലാ പ്രദേശങ്ങളിലേക്കും പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാർ പഠിപ്പിച്ച മാതൃകയനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ അവർ സ്വർഗത്തിൽ പോകാൻ കഴിയുമോ എന്നാണ്. ഒറ്റ വാക്കിലുള്ള ഉത്തരം അതേ എന്നാണ്. പ്രവാചകന്മാർ പഠിപ്പിച്ച മാർഗം, വൈൻമിൻ ഉമ്മത്തിനില്ല ഖലാഫി ഹാ നദീർ, പരിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്തവണ്ണം പറയുന്ന കാര്യം, വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് പ്രവാചകന്മാരുടെ നിയോഗമുണ്ടായിട്ടുണ്ട് എന്നും പ്രവാചകന്മാരുടെ നിയോഗമുണ്ടാകാത്ത ഒറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല എന്നുമാണ്. ആ പ്രവാചകന്മാരുടെ നിയോഗമുണ്ടാകാത്ത ഒറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ആ പ്രവാചകന്മാർ പഠിപ്പിച്ച പാതയിലൂടെ മുന്നോട്ട് പോയാൽ ഒരാൾക്ക് പ്രവാചകന്മാർ പറഞ്ഞു തന്ന ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച പാത ഏതാണ്? ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുന്ന മതം, പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആദർശം അത് ഇസ്ലാമാകുന്നു. ആ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവാചകന്മാരെല്ലാം പറഞ്ഞത് എന്താണ്? സട്ടാവും സംരക്ഷകനുമായ തമ്പുരാന് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കണമെന്ന ആശയം. അപ്പോൾ പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ച പാത പിൻപറ്റിയാൽ അയാൾക്ക് മുസ്ലിമാകാതിരിക്കാൻ സാധ്യമല്ല. മുസ്ലിമായാൽ സ്വാഭാവികമായും അയാൾ സ്വർഗത്തിലെത്തിച്ചേരാതിരിക്കുവാനും സാധ്യമല്ല. ഇനി പ്രവാചകന്മാർ പഠിപ്പിച്ച ഓരോ കാലഘട്ടത്തിലെ പ്രവാചകന്മാർ പഠിപ്പിച്ച പാതയാണോ ഇന്ന് പിൻപറ്റേണ്ടത്? തീർച്ചയായും അല്ല. പ്രവാചകന്മാരെല്ലാം നിയോഗിക്കപ്പെട്ടത് ഒരു പ്രത്യേക സമുദായത്തിലേക്കോ പ്രത്യേക ഗോത്രത്തിലേക്കോ പ്രത്യേക പ്രദേശത്തിലേക്കോ പ്രത്യേക കാലഘട്ടത്തിലേക്കോ ആണ്. പ്രവാചകന്മാർ, നിങ്ങൾക്ക് പൂർവ്വപ്രവാചകന്മാരുടെ മുഴുവനും ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ, വേദഗ്രന്ഥങ്ങളിലെ അവരെക്കുറിച്ചുള്ള പരാമർശങ്ങളെടുത്ത് പരിശോധിച്ചാൽ, അവർ നിയോഗിക്കപ്പെട്ടത് പ്രത്യേകമായ ചില സമുദായങ്ങളിലേക്കായിരുന്നു, പ്രത്യേകമായ ചില പ്രദേശങ്ങളിലേക്കായിരുന്നു, പ്രത്യേകമായ ചില കാലഘട്ടങ്ങളെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. അവരെല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്. അതെന്താണ്? ലോകത്തിന് മുഴുവനും സ്വീകരിക്കുവാൻ സാധിക്കുന്ന സന്ദേശങ്ങളുമായി കടന്നു വരുന്ന ഒരു അന്തിമ പ്രവാചകനുണ്ട്. അദ്ദേഹത്തിൻ്റെ സന്ദേശമനുസരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നിയോഗമുണ്ടായി കഴിഞ്ഞാൽ മനുഷ്യരെല്ലാം ജീവിക്കേണ്ടത് എന്ന തത്വം എല്ലാ പ്രവാചകന്മാരും കടന്നു പറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഈ പ്രവാചകന്മാർ പടഞ്ഞ പാത പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗം തന്നെയാണ് അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നത്. ഉദാഹരണത്തിന് യേശു ക്രിസ്തു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് ആ ഇസ്രായേൽ സമുദായത്തോട് പറഞ്ഞതായി പരിശുദ്ധ ഖുർആൻ പറയുന്നു. യാ ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളെ, ഇന്നീ റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ മിന തൗറാത്തി വമുബശ്ശിറൻ ബിറസൂലി യാതി മിൻ ബാദി ഇസ്മുഹു അഹ്മദ്. അഥവാ ഞാൻ ഇസ്രായേൽ സന്തതികളെ, ഞാൻ നിങ്ങളുടെ കൈകളിൽ തന്നെയുള്ള വേദഗ്രന്ഥമായ തൗറാത്തിനെ സത്യപ്പെടുത്തുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ എനിക്ക് ശേഷം വരാനിരിക്കുന്ന മുഹമ്മദ് അഹമ്മദ് എന്ന പ്രവാചകനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടിയും വന്നതാണ്. അപ്പോൾ യേശുവിനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ യേശു മുന്നറിയിപ്പ് നൽകിയ, യേശു സന്തോഷ വാർത്ത അറിയിച്ച അന്തിമ പ്രവാചകനെ കൂടി പിൻപറ്റൽ അതിൻ്റെ ഭാഗമാണ്. ലോകത്തെ ഏത് പ്രവാചകനെ പിൻപറ്റുന്നയാളെ സംബന്ധിച്ചിടത്തോളവും ആത്യന്തികമായി ആ പ്രവാചകന്മാർ പഠിപ്പിച്ച, ആ പ്രവാചകന്മാരെല്ലാം സുവിശേഷം അറിയിച്ച, ആ പ്രവാചകന്മാരെല്ലാം മുന്നറിയിപ്പ് നൽകിയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാതിരിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആത്യന്തികമായി ആ പ്രവാചകന്മാരെ പിൻപറ്റുമ്പോൾ തന്നെ അവർക്ക് അന്തിമ പ്രവാചകനെ പിൻപറ്റേണ്ടി വരും. അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കുകയും അതിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കേണ്ടിയും വരും. അങ്ങനെ ഏത് പ്രവാചകനെ
അനുസരിക്കുന്നവനാണെങ്കിലും ആത്മാർത്ഥമായി അനുസരിക്കുന്നവനാണെങ്കിൽ അവൻ ഖുർആനിലും തിരുസുന്നത്തിലും എത്തിച്ചേരാതിരിക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏത് പ്രവാചകൻ അനുധാവനം ചെയ്താലും സ്വർഗലോകത്തിൽ എത്തിച്ചേരും എന്നുള്ള സന്ദേശത്തിൻ്റെ സാരമതാണ്. അഥവാ പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ചത് സട്ടാവായ തമ്പുരാൻ്റെ അടിസ്ഥാനപരമായ ആശയങ്ങളാണ്. ആ ആശയങ്ങൾ തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളൊന്നുമില്ല. ആ ആശയങ്ങൾ തന്നെ പഠിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന, ലോകത്തിന് മുഴുവനുമായി ആശയങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന വ്യക്തിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തെ അംഗീകരിക്കാതിരിക്കാൻ ഈ പ്രവാചകന്മാരെ പിന്തുടരുന്ന ഒരാൾക്ക് സാധ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എൻ്റെ പേര് മുഹമ്മദ് അമീൻ എന്നാണ്. അതായത് ഞാൻ എൻ്റെ ഒരു അമുസ്ലിം സുഹൃത്തിനോട് ഞാൻ ഇസ്ലാമിനെ പറ്റി പറഞ്ഞപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, നീ പറയുന്ന പോലെ ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു അള്ളാഹു ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല? എനിക്ക് അദ്ദേഹത്തെ എനിക്ക് ശാരീരികമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ പോട്ട പോലുള്ള സ്ഥലങ്ങളിൽ ഡിവൈൻ സെൻ്ററിലൊക്കെ പല രോഗങ്ങൾ പെട്ടെന്ന് നമ്മുടെ കൺമുന്നിൽ തന്നെ അസുഖം മാറി കിട്ടുന്നു. ഇതൊക്കെ എന്താണ്? ഇത് അള്ളാഹുവാണോ മാറ്റി കൊടുക്കുന്നത്? അതോ അവർ പ്രാർത്ഥിക്കുന്ന ഇപ്പോൾ യേശു ക്രിസ്തുവിനെ പ്രാർത്ഥിക്കുന്ന അദ്ദേഹമാണ് മാറ്റി കൊടുക്കുന്നത്? ഇങ്ങനെ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് അവരോട് പറയാൻ പറ്റിയിട്ടുള്ള മറുപടി, ഒരസുഖം ഞാൻ വിശ്വസിക്കുന്നത് ഒരു മനുഷ്യന് അസുഖം കൊടുക്കുന്നത് അള്ളാഹുവാണ്, ആ അസുഖം മാറ്റുന്നത് അള്ളാഹുവാണ്. ഈ ലോകത്തൊരു എല്ലാ അനുങ്ങളെങ്കിലും അള്ളാഹു ഉദ്ദേശിക്കണം. ഇങ്ങനെയുള്ള മറുപടി പറയാനേ എനിക്ക് പറ്റിയിട്ടുള്ളൂ. ആ മറുപടി അവനെ പൂർണ്ണമായിട്ട് കൺവിൻസ് ചെയ്തിട്ടില്ല. ഇനി ചോദിച്ചാൽ ഞാൻ ഏത് രീതിയിലും മറുപടി പറയണം. സ്രഷ്ടാവായ തമ്പുരാനെ, അള്ളാഹുവിനെ അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന, എന്നാൽ അനുഭവജ്ഞാനം എന്ന് പറഞ്ഞ് ഉള്ള രോഗശാന്തി ശുശ്രൂഷയെക്കുറിച്ചെല്ലാം ഉദാഹരിച്ച് പറയുന്ന ഒരു സുഹൃത്തിന് എങ്ങനെയാണ് ഇസ്ലാമിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നാണ് എൻ്റെ സുഹൃത്തിൻ്റെ സംശയം എന്ന് മനസ്സിലാക്കി. ഇവിടെ നമ്മൾ ഒന്നാമതായി സ്രഷ്ടാവായ തമ്പുരാനെ അനുഭവിച്ചിട്ടില്ല എന്നുള്ള വാദത്തെ നമ്മളെടുത്ത് സംസാരിക്കുക. ഒന്നാമതായി നമുക്ക് പറയേണ്ടത് അതാണ്. സ്രഷ്ടാവായ തമ്പുരാനെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതത്തിലെ അവൻ്റെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അന്വേഷിക്കുന്ന ഒരാൾക്ക് സ്രഷ്ടാവായ തമ്പുരാൻ്റെ അസ്തിത്വത്തെ അനുഭവമായി തീരാതിരിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. അയാൾ ഈ പറയുന്ന അയാളുടെ ചുണ്ടുകൾ, അയാൾ ഈ രോഗശാന്തി ശുശ്രൂഷ കാണുന്നു എന്ന് പറയുന്ന അയാളുടെ കണ്ണുകൾ, അയാളുടെ ശരീരം എന്നു വേണ്ട ചുറ്റുപാട് മുഴുവനും സട്ടാവായ തമ്പുരാനെ കുറിച്ചുള്ള അറിവാണ്, അനുഭവമാണ്. ഇതാണ് നമ്മൾ ഒന്നാമതായി പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ ചെറിയ ഒരു കാര്യം, ഒരു സാധാരണ സംഭവിക്കുന്നതല്ലാത്തത് സംഭവിച്ചാൽ അത് അത്ഭുതമായി നമ്മൾ മനസ്സിലാക്കുന്നു, തീർച്ചയായും. അതേസമയം സ്ഥിരമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മഹാത്ഭുതങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുന്നുമില്ല. ഉദാഹരണത്തിന് നമ്മുടെ കണ്ണിൻ്റെ പ്രവർത്തനം മാത്രം എടുത്ത് പരിശോധിച്ചാൽ, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതൊരാൾ കാണുന്നു എന്ന് പറഞ്ഞാൽ അതൊരത്ഭുതമായി നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ അതിസങ്കീർണമായ കണ്ണ് എന്ന ആ അവയവം, അതിൻ്റെ നിലനിൽപ്പ്, അത് എങ്ങനെയാണ് നമ്മൾ കാണുക എന്ന അനുഭവം ഉണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സട്ടാവായ തമ്പുരാൻ്റെ അസ്തിത്വം അനുഭവിക്കാതിരിക്കാൻ സാധ്യമല്ല. രോഗം വന്നാൽ പെട്ടെന്ന് രോഗം മാറുന്ന അത്ഭുതങ്ങൾ കാണുമ്പോൾ ആളുകൾ ഇതാകുന്നു. പക്ഷേ മനുഷ്യ ശരീരത്തിൽ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് രോഗാണുക്കൾ ഉണ്ടായിട്ടും ഈ രോഗാണുക്കളാൽ നിബിഡമാണ് നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ഭക്ഷണവും എല്ലാം എന്നുള്ള വസ്തുത നിലനിന്നിട്ടും ഈ രോഗാണുക്കളെ മുഴുവനും പ്രതിരോധിച്ച് നിലനിൽക്കാൻ മനുഷ്യ ശരീരത്തിന് കഴിയുന്നു എന്നുള്ള രൂപത്തിലുള്ള മനുഷ്യ ശരീരത്തിൻ്റെ നിലനിൽപ്പുണ്ടല്ലോ, ആ നിലനിൽപ്പിലുള്ള അത്ഭുതം അത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. രോഗം എന്നുള്ളത് ഉണ്ടാകുന്നത് ഈ പ്രതിരോധ സംവിധാനങ്ങളെക്കാൾ അധികം ആ പ്രതിരോധത്തിനെതിരെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുകയും ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെടുകയും ചെയ്യുമ്പോഴാണ്. ആ പരാജയപ്പെടുമ്പോൾ പോലും പല രോഗങ്ങളും സിഗ്നലുകളാണ്. നമ്മുടെ തലച്ചോറിനുള്ള സിഗ്നൽ, നമ്മുടെ അനുഭവത്തിനുള്ള സിഗ്നൽ, നമ്മുടെ ശരീരത്തിനുള്ള സിഗ്നൽ. ഇതാണ് പലപ്പോഴും രോഗം എന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെ. മാരകമായ രോഗങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ രോഗം മാറുന്നു, ഒരാൾക്ക് മാറുന്നു എന്നുള്ളത് ചിലപ്പോൾ ഒരു അത്ഭുതത്തിലൂടെ, ഒരു രോഗ ധ്യാനത്തിലൂടെ മാറുന്നു എന്നത് വലിയൊരു സംഭവം ആയി നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ സൃഷ്ടാവായ തമ്പുരാൻ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ രോഗം മാറുക എന്ന കാര്യം അത് രോഗമുണ്ടായിട്ടാണ്. നമ്മൾക്കെല്ലാം രോഗമുണ്ടാകാതിരിക്കുവാൻ ഈ ചുറ്റുപാടുമുള്ള സകല രോഗികളെയും
രോഗം ഗ്രസിക്കുമ്പോൾ ആ രോഗം ഗ്രസിക്കുമ്പോൾ അവരിൽ എന്തൊരു രോഗാണുവാണോ പ്രവർത്തിക്കുന്നത്, ആ രോഗാണുക്കൾ നമ്മുടെ ചുറ്റുപാട് നിബിഡമായി നിലനിന്നിട്ടും നമുക്ക് രോഗമുണ്ടാകാതിരിക്കുന്നത് ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങളുടെ അജയ്യത കൊണ്ടാണ് എന്ന് മനസ്സിലാകുമ്പോൾ ആ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് ഒരല്പം പഠിക്കാൻ തയ്യാറായാൽ ഇതിന് പിന്നിലുള്ള മഹാചൈതന്യത്തെ നമുക്ക് ബോധ്യപ്പെടും. ഇങ്ങനെയാണ് സൃഷ്ടാവായ തമ്പുരാനെ ബോധ്യപ്പെടുത്താൻ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുത്തിഫത്. ഖുർആൻ ചോദിക്കുന്നു, ഒട്ടകത്തെ അവർ കണ്ടില്ലേ? അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? അവർ ഉപരിലോകത്തേക്ക് നോക്കിയില്ലേ? അതെങ്ങനെ ഉയർത്തപ്പെട്ടു? അവർ ഭൂമിയിലേക്ക് നോക്കിയില്ലേ? അതെങ്ങനെ വിധാനിക്കപ്പെട്ടു? അവർ പർവ്വതങ്ങളിലേക്ക് നോക്കിയില്ലേ? അതെങ്ങനെ നാട്ടി നിർത്തപ്പെട്ടു? ഇങ്ങനെ പ്രപഞ്ചത്തിലെ ഓരോ പ്രതിഭാസങ്ങളും അതിൻ്റെ നിലനിൽപ്പാണ് മഹാത്ഭുതം. അതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ നോക്കുക, ഭൂമി എന്നുള്ളൊരു ഗ്രഹം. ഇപ്പോൾ ഭൂമിക്കടുത്ത് ഒരു ഗ്രഹത്തിൽ ജീവൻ കണ്ടെത്തി എന്ന് പറഞ്ഞുള്ള ചർച്ചകൾ നടക്കുകയാണ്. പക്ഷേ ഭൂമി എന്നുള്ള ഗ്രഹം, ആ ഗ്രഹത്തിൽ ജീവൻ ഉണ്ടാകുവാൻ വേണ്ടി പ്രത്യേകമായ 14 തരം സവിശേഷതകൾ ഈ പ്രപഞ്ചത്തിൽ തന്നെ ഭൂമിക്കുണ്ട് എന്നാണ് പുതിയ സിദ്ധാന്തങ്ങൾ പറയുന്നത്. അഥവാ ഭൂമിയിൽ പ്രപഞ്ചത്തിലെ ഒരുപാട് നക്ഷത്രക്കൂട്ടങ്ങൾ, ആ നക്ഷത്രക്കൂട്ടങ്ങളിൽ ചില സവിശേഷതകൾ നമ്മുടെ നക്ഷത്രക്കൂട്ടമായ മിൽക്കി വേക്കുണ്ട്. നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേക്ക് ബാക്കിയുള്ള എല്ലാ ഗാലക്സികളിൽ നിന്നും വ്യത്യസ്തമായ ചില സവിശേഷതകളുണ്ട്. ആ മിൽക്കി വേക്കകത്ത് 10,000 കോടി നക്ഷത്രങ്ങൾ. ആ നക്ഷത്രങ്ങളിൽ ബാക്കി ഒന്നിനുമില്ലാത്ത ചില സവിശേഷതകൾ നമ്മുടെ നക്ഷത്രമായ സൂര്യനുണ്ട്. ഈ സൂര്യന് ചുറ്റും ചുറ്റിത്തിരിയുന്ന ഗ്രഹങ്ങൾ, ആ ഗ്രഹങ്ങളിൽ വേറെ ഒന്നിനുമില്ലാത്ത ചില സവിശേഷതകൾ നമ്മുടെ ഭൂമിക്കുണ്ട്. ഇങ്ങനെ ഓരോന്നും വെവ്വേറെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ആ ഭൂമി എന്ന ഒരു പ്രത്യേക ഗ്രഹത്തിൽ മാത്രം ജീവനുണ്ടാക്കാൻ വേണ്ടി വളരെ സൂക്ഷ്മമായി നിർണയിക്കപ്പെട്ടിട്ടുള്ള സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ആണ് അതിൻ്റെ അത്ഭുതം നമുക്ക് ബോധ്യപ്പെടുക. അതിനാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, കേവല വൈകാരികതകൾക്കപ്പുറം ബുദ്ധി ഉപയോഗിക്കാൻ വേണ്ടി, ചിന്തയെ ഉപയോഗിക്കാൻ വേണ്ടി, ചിന്തയിലൂടെയാണ് ദൈവാനുഭവം ഉണ്ടാകേണ്ടത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുക. അതല്ലാതെ കേവല വൈകാരികതകളിലൂടെയല്ല. വൈകാരികതകളിലൂടെ ഉണ്ടാകുന്ന ദൈവാനുഭവം, നിങ്ങളോട് സംസാരിച്ചത് ആരാണെങ്കിലും അവർ പിശാചിനെ കുറിച്ചും ആലോചിക്കുന്നവരാണ്, മനസ്സിലാക്കുന്നവരാണ്. ഇത് പൈശാചിക അനുഭവമാണോ അതല്ല ദൈവാനുഭവമാണോ എന്ന് എങ്ങനെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും? തീർച്ചയായും ഏത് കൂട്ടരും ഇതേപോലെ ഈ അത്ഭുതങ്ങളെക്കുറിച്ച് പറയുന്ന ആളുകൾ, ആ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ, അത്ഭുതങ്ങളെ പെരുപ്പിച്ച് കാണിക്കുന്ന ആളുകൾ, അവർ പിശാചിനെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിനെതിരെയുള്ള ഒരു ദുർമൂർത്തിയെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്, വിശ്വസിക്കുന്നവരാണ്. അവനും അനുഭവങ്ങൾ നൽകുമെന്നും അവനും രോഗശാന്തി നൽകുമെന്നും അവനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്നും എല്ലാം മനസ്സിലാക്കുന്നവരാണ്. നമുക്ക് അവരോട് ചോദിക്കുക, ഈ പറയുന്നത് ദൈവാനുഭവമാണോ അതല്ല പൈശാചിക അനുഭവമാണോ എന്നെങ്ങനെ മനസ്സിലാകും? അതേസമയം സൃഷ്ടികർത്താവായ തമ്പുരാന്റെ സൃഷ്ടിവൈഭവത്തിന്റെ അനുഭവങ്ങൾ എന്നുള്ളത് ഓരോ ചെറിയ സൃഷ്ടിയിലും, ഒരു പിശാചിന്റെ ഒരു സൃഷ്ടി ലോകത്തില്ല, അനുഭവങ്ങൾ സൃഷ്ടിക്കുവാൻ പിശാചിന് കഴിയും. അതേസമയം ഈ സൃഷ്ടികളിലെല്ലാം ഓരോന്നിനും സൂക്ഷ്മമായി പരിശോധിച്ചാൽ, വേണ്ട അത്ര സൂക്ഷ്മമായിട്ടൊന്നും പരിശോധിക്കേണ്ട, അപ്പം തന്നെ സൃഷ്ടാവായ തമ്പുരാനെ കണ്ടെത്താൻ കഴിയും. ഇനിയുള്ള പ്രശ്നം ഈ അത്ഭുതങ്ങളുടെ കാര്യമാണ്. ഈ ലക്കം കേരള ശബ്ദത്തിൽ, പുതിയതായി പുറത്തിറങ്ങിയ കേരള ശബ്ദത്തിൽ ഒരു കത്തോലിക്ക പുരോഹിതൻ തന്നെ വളരെ പച്ചയായി ഇതേപോലെയുള്ള പോട്ടയുടെ അത്ഭുതമാണ് എൻ്റെ സുഹൃത്ത് ചോദിച്ചത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പോട്ടയിലെ അത്ഭുതങ്ങളെല്ലാം കേവലം മനഃശാസ്ത്രപരമായ തട്ടിപ്പുകൾ മാത്രമാണെന്നും അവിടെ രോഗശാന്തി എത്രത്തോളം ആളുകൾക്കുണ്ടാകുന്നുവോ അതിനേക്കാൾ ഇരട്ടി ആളുകൾക്ക് രോഗമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നും അദ്ദേഹം തുറന്നു പറയാൻ തയ്യാറായിട്ടുണ്ട്. ഇത് വെറുതെ ഞാൻ പറയുന്നൊരു കാര്യമല്ല. ഫാദർ ജിയോ തോട്ടത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഈ ലക്കം കേരള ശബ്ദം വാരികയിൽ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മനഃശാസ്ത്രജ്ഞനാണ്. ഒരു മനഃശാസ്ത്രജ്ഞന് മനസ്സിലാകാൻ കഴിയുന്നതാണ് ഗ്രൂപ്പ് ഹിപ്നോസിസിലൂടെ നടക്കുന്ന ചില രോഗശാന്തി എന്ന പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾ. അത് ചില തലത്തിൽ ചിലർക്ക് രോഗശാന്തി നൽകും. തീർച്ചയായും മനോജന്യമാണ്, മാനസികമാണ് പല രോഗങ്ങളും എന്നുള്ളത് കൊണ്ട് തന്നെ ചിലർക്ക് രോഗശാന്തി നൽകുമെങ്കിൽ മറ്റു ചിലർക്ക് രോഗമാണ് നൽകുക, മാനസിക രോഗങ്ങളാണ് നൽകുക എന്നാണ് അദ്ദേഹം അതിൽ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം കേവലാനുഭവങ്ങൾക്കപ്പുറത്ത് ബുദ്ധിയെ, ചിന്താശക്തിയെ പ്രവർത്തനക്ഷമമാക്കുവാനാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഈ അനുഭവങ്ങൾ, കേവലമായ അനുഭവങ്ങൾ, അത് സാക്ഷ്യമാക്കാൻ പറ്റുമോ എന്ന് തിരിച്ചു ചോദിക്കുകയും വേണം.
തിരിച്ചു ചോദിക്കണം. സുഹൃത്ത് ഉദ്ധരിച്ച കാര്യങ്ങളിൽ നിന്ന് ക്രൈസ്തവ സുഹൃത്താണ് പറഞ്ഞത് എന്ന് തോന്നുന്നു എങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കുക, യേശു ക്രിസ്തു തന്നെ പറഞ്ഞ കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 24-ാമത്തെ വചനത്തിൽ അദ്ദേഹം പറയുന്നത്, അന്നാളിൽ ഒരുപാട് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും വന്ന് ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങളുടെ മുന്നിൽ കാണിക്കും. കള്ളന്മാരെന്നാണ് പറഞ്ഞത് അദ്ദേഹം വീണ്ടും പറഞ്ഞു മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 22-ാമത്തെ വചനത്തിൽ, പരലോകത്ത് വെച്ച് അന്നാളിൽ പലരും വന്നുകൊണ്ട് എന്നോട് പറയും, യേശുവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയല്ലോ, ഞങ്ങൾ നിന്റെ നാമത്തിൽ രോഗങ്ങൾ സുഖപ്പെടുത്തിയല്ലോ, ഞങ്ങൾ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുവല്ലോ. അപ്പോൾ ഞാൻ പറയും, പിശാചുക്കളെ എന്നിൽ നിന്ന് അകന്നു പോകൂ, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഇത് അദ്ദേഹം പറയുന്നതാണ്. എന്തുകൊണ്ട്? കേവലമായ അത്ഭുതങ്ങൾക്കപ്പുറത്ത് ചിന്താശക്തിയെ പ്രവർത്തനക്ഷമമാക്കുവാനാണ് പ്രവാചകന്മാർ പരിശ്രമിക്കുകയും അതനുസരിച്ച് പ്രമാണങ്ങളിലേക്കാണ് അവർ ക്ഷണിച്ചത്, അല്ലാതെ മനുഷ്യരെ വൈകാരികതകളിലേക്കോ അല്ലെങ്കിൽ കേവലാത്ഭുതങ്ങളിലേക്കോ അല്ല. അവരുടെ കാലഘട്ടത്തിൽ അവർ കാണിച്ച അത്ഭുതങ്ങൾ അവർ പ്രവാചകന്മാരാണ് എന്നതിനുള്ള തെറ്റുപറ്റാത്ത തെളിവുകളായിരുന്നു. അത് വെല്ലുവിളിക്കാൻ കഴിയാത്ത തെളിവുകളായിരുന്നു. ഇവർ ഒരു അത്ഭുത രോഗശാന്തി ശുശ്രൂഷക്കാരനും ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് സത്യം. ഉദാഹരണത്തിന് ഞാൻ പറയാമെന്ന് വിചാരിക്കുക, എൻ്റെ ഇന്ന അസുഖം അത് മാറ്റിത്തരാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരു രോഗശാന്തി ശുശ്രൂഷക്കാരനും സാധ്യമല്ല. മറിച്ച് അവരോട് മാനസികമായി അടിമപ്പെടുന്ന ആളുകളുടെ മനോജന്യമായ ചില രോഗങ്ങൾ മാറ്റാൻ കഴിയും, അത്ര തന്നെ രോഗങ്ങൾ ഉണ്ടാക്കാനും കഴിയും എന്നാണ് ക്രൈസ്തവ പണ്ഡിതന്മാർ പോലും പറയുന്നത് എന്ന് നാം മനസ്സിലാക്കുക. ചുരുക്കത്തിൽ ഇസ്ലാമിന് ദൈവാനുഭവം എന്ന് പറയുമ്പോൾ കേവലമായ ആന്തരികാനുഭവത്തിനപ്പുറത്ത് ബുദ്ധിയെ പ്രവർത്തനക്ഷമമാക്കി കൃത്യമായ യുക്തിബോധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ദിവ്യമായ അനുഭവം, പരിശോധനക്ഷമമായ അനുഭവമാണ് ഇസ്ലാം ലോകത്തിൻ്റെ മുന്നിൽ വെക്കുന്നത്. അതല്ലാതെ പരിശോധനാക്ഷമമല്ലാത്ത ഓരോരുത്തർക്കും ആന്തരികമായി ഉണ്ടാകുന്നു എന്ന് പറയുന്ന അനുഭവത്തെയല്ല എന്നാണ് നാം പറഞ്ഞ് ബോധ്യപ്പെടുന്നത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ജഹാംഗീർ, സ്വദേശം പുതുനഗരം. അക്ബർ സാറിൻ്റെ ഒരുപാട് പ്രോഗ്രാമുകൾ വീക്ഷിച്ചിട്ടുണ്ട്. അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. എൻ്റെ ചോദ്യം, കിഡ്നി ദാനം ചെയ്യുക, അതുപോലെ തന്നെ ഒരു മനുഷ്യന് പ്രയാസം വരുമ്പോൾ കിഡ്നി വിൽക്കുക. പിന്നൊരു ചോദ്യം, നേത്രദാനം ചെയ്യുക. എൻ്റെ മരണാനന്തര ശേഷം എൻ്റെ കണ്ണുകൾ ദാനം ചെയ്തിരിക്കുന്നു. പിന്നൊരു ചോദ്യം കൂടി, പക്ഷി മൃഗാദികൾ ജന്തുക്കളെല്ലാം മനുഷ്യന് സജ്ജീകരണം ചെയ്തതാണ്. ഏറ്റവും മനുഷ്യന് ഉപകാരിയായ കൊതുകിൻ്റെ സൃഷ്ടിപ്പ് എന്താണ്? അതുപോലെ തന്നെ ഈ വിഷാംശമുള്ള ഈ മൃഗങ്ങളുടെയും അതുപോലെ തന്നെ ഈ പാമ്പുകൾ പോലുള്ള ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വിശദീകരിച്ചാണ്. വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഉത്തരം പറയാം. ഒന്നാമതായി അവയവദാനത്തെക്കുറിച്ചാണ് ചോദ്യം. എന്നത് അവയവത്തെക്കുറിച്ചുള്ള ഇസ്ലാമികമായ സങ്കല്പം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ ശരീരം നമ്മുടേതല്ല. നമ്മുടെ ശരീരമോ നമ്മുടെ അവയവങ്ങളോ നമ്മുടെ ഉടമസ്ഥതയിലുള്ളതല്ല. സ്രഷ്ടാവായ തമ്പുരാൻ നമുക്ക് നൽകിയതാണ്. അത് മറ്റൊരാൾക്ക് ഉപകാരപ്പെടുത്താൻ നമുക്ക് അവകാശമുണ്ട്. പക്ഷെ അത് ഉപകാരമാണോ ഉപദ്രവമാണോ ഉണ്ടാകുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ മറ്റൊരാൾക്ക് ഉപകാരപ്പെടുത്താൻ നമുക്ക് പാടൂ. അതല്ലാതെ നമ്മളെ ശരീരത്തിലെ ഒന്നും വിൽക്കാൻ ഇസ്ലാം നമ്മൾ അനുവദിച്ചിട്ടില്ല. ഒന്നും വിൽക്കാൻ അനുവദിച്ചിട്ടില്ല. ശരീരത്തിനകത്തുള്ള, ശരീരം പടച്ചവൻ തന്നതാണ്, രക്തമടക്കം. രക്തം ദാനം ചെയ്യാം, വിൽക്കാൻ പാടില്ല. എന്നാൽ ഇത് ഒരു പുതിയ പ്രശ്നമാണ്. ഇത് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് രക്തദാനമോ കണ്ണുദാനമോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ കർമ്മശാസ്ത്രപരമായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ എനിക്ക് സ്വന്തമായി മറുപടി പറയുക പ്രയാസമാണ്. പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ ഉദ്ധരിക്കാൻ മാത്രമേ നിർവാഹമുള്ളൂ. കാരണം കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണ് ഈ വിഷയത്തിൽ, അത്രയും അഗാധമായ പാണ്ഡിത്യമുള്ള ആളുകളാണ് ഇതിലൊരു ഫത്വ പറയേണ്ടത്. അപ്പോൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ലോകാടിസ്ഥാനത്തിൽ തന്നെ കൂടിയിരിക്കുകയും അവർ ഇതിൻ്റെ വരുംവരായികകളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തിട്ട് അവയവദാനത്തെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാട് പറഞ്ഞിട്ടുള്ളത്, അവയവം ദാനം ചെയ്യാം, പക്ഷേ അത് ദാനമാണ് എന്ന് ഉറപ്പുവരുത്തണം. ഒന്ന്. രണ്ടാമത്തേത്, അതുകൊണ്ട് ഉപകാരമാണ് ഉണ്ടാകുന്നത് എന്ന് 100% ഉറപ്പുവരുത്തണം. അതല്ലാതെ അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാകുന്നൊരവസ്ഥാവിശേഷം ഉണ്ടാകാൻ പാടില്ല. അത് നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെടണം, അതല്ലാതെ അത് തിന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെട്ടുകൂടാ. ഇത്തരം കാര്യങ്ങളാണ് പൊതുവായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ദാനം നിരുപാധികം ശരിയെന്നോ നിരുപാധികം തെറ്റ് എന്നോ പറഞ്ഞിട്ടില്ല എന്നർത്ഥം. രണ്ടാമത്തെ പ്രശ്നം, കൊതുകിനെ പോലുള്ള സാധനങ്ങൾ എന്തിനാണെന്ന്.
പലതും ഈ ഭൂമിയിലെ പലതും എന്തിന് എന്ന് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. എന്നാൽ ആത്യന്തികമായി അതിൽ നന്മയുണ്ടാകുത്താനും. കൊതുക് നമുക്കറിയാം നഗരവൽക്കരണത്തിൻ്റെ ഫലമായി ഉണ്ടായി വന്നൊരു സാധനമാണ്. കൊതുകില്ലായിരുന്നുവെങ്കിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, കൊതുകില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ നാം നമ്മളുടെ മലിന വസ്തുക്കൾ നിക്ഷേപിക്കേണ്ടത് എങ്ങനെയെന്നുള്ള വിഷയത്തിൽ ഒരു ഗവേഷണം പോലും നടത്തൂലായിരുന്നു. എവിടെ കിടന്നാൽ എന്താണെന്ന് വിചാരിക്കുമായിരുന്നു. കോർപ്പറേഷനുകളെല്ലാം വളരെ വളരെ പ്രയാസപ്പെട്ട് കൊതുക് നിർമ്മാർജ്ജനത്തിന് വേണ്ടിയെങ്കിലും മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ സ്ഥലം കണ്ടെത്തണം എന്ന് ഗവേഷണം ചെയ്യും. എങ്ങനെ കണ്ടെത്തണമെന്ന് ഗവേഷണം ചെയ്യാണ്. മനുഷ്യൻ ഈ പ്രകൃതിയിലെ സന്തുലിതാവസ്ഥ തെറ്റുമ്പോൾ ആ സന്തുലിതാവസ്ഥയെ പാലിക്കുവാൻ വേണ്ടിയുള്ള ചില സംവിധാനങ്ങൾ ഉണ്ടാകും. ആ സംവിധാനങ്ങൾ നേർക്കുനേരെ ചിലപ്പോൾ മനുഷ്യന് പ്രയാസകരമാകാം, പക്ഷേ ആത്യന്തികമായി മനുഷ്യന് ഗുണകരമാകും എന്നുള്ളതാണ് സത്യം. ആ ആത്യന്തികമായി ഗുണകരമാകുന്ന അത് എന്ത് എന്ന് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പെട്ടെന്ന് അത് ഒറ്റയടിക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഗവേഷണങ്ങൾ നടത്തുമ്പോഴാണ് മനസ്സിലാകുക എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ കൊതുകിനെ ഞാൻ പലപ്പോഴും ഓർത്തു പോകാറുണ്ട്. ഈ കൊതുകിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെയാണ് ഒരു വടക്കേ അമേരിക്കയിൽ ഒരു അടുത്ത കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു സംഭവം. വടക്കേ അമേരിക്കയിലെ ഒരു സ്ഥലത്ത് കണ്ടാമൃഗങ്ങൾ വ്യാപകമായി. ആ കണ്ടാമൃഗങ്ങൾ ഉണ്ടായപ്പോൾ കണ്ടാമൃഗങ്ങൾ കൃഷിയെല്ലാം തിന്ന് നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവയെ കൂട്ടത്തോടെ കൊല്ലാൻ തീരുമാനിച്ചു. കൂട്ടത്തോടെ കൊന്നതോടുകൂടി ജനങ്ങൾക്കെല്ലാം കുറേ കാലം കഴിഞ്ഞപ്പോൾ ആളുകൾക്കെല്ലാം ഒരു തരം മഞ്ഞപ്പിത്തമുണ്ടായി. ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ പ്രതിരോധം എന്തെന്ന് മനസ്സിലാകാത്ത രൂപത്തിലുള്ളൊരു മഞ്ഞപ്പിത്തം. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ്, അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയപ്പോഴാണ് മഞ്ഞപ്പിത്തം ഇവരുടെ ആ വടക്കേ അമേരിക്കയിലെ ജനങ്ങളുടെ ജീനുകളിൽ തന്നെ ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ ജീനുണ്ട്. എന്നിട്ട് ഇത്ര കാലം അവർക്ക് മഞ്ഞപ്പിത്തം ഉണ്ടായിട്ടില്ല. ആ മഞ്ഞപ്പിത്തം ഉണ്ടാകാതിരിക്കാനുള്ള കാരണം അവരൊരു പ്രത്യേകതരം മത്സ്യം സ്ഥിരമായി ഭക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കുറേ കാലമായിട്ട് ആ മത്സ്യത്തിനെ കാണാനില്ല. അപ്പോൾ മത്സ്യത്തിനെ എന്തുകൊണ്ടാണ് കാണാനില്ലാത്തതെന്ന് അന്വേഷിച്ചു. അപ്പോൾ മത്സ്യം കടലിൽ ജീവിക്കുന്ന വെള്ളത്തിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ തരത്തിലുള്ള ഒരു സസ്യം തിന്നിട്ടാണ് ആ മത്സ്യം നിലനിന്നിരുന്നത്. ആ സസ്യം അപ്രത്യക്ഷമായതോടുകൂടി മത്സ്യം കൂട്ടം കൂട്ടമായി അപ്രത്യക്ഷമായതാണ് എന്ന് മനസ്സിലായി. അപ്പോൾ ഈ സസ്യം എന്തുകൊണ്ടാണ് അപ്രത്യക്ഷമായതെന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് ഈ സസ്യം വളർന്നിരുന്നത് കണ്ടാമൃഗത്തിൻ്റെ ചാണകത്തിലായിരുന്നു എന്ന വസ്തുത ശാസ്ത്രലോകത്തിന് ബോധ്യപ്പെട്ടത്. നിങ്ങൾ മനസ്സിലാക്കി നോക്കുക, എത്ര വിട്ടാണ്, എത്ര ദൂരെയാണെന്ന്. എന്തിനു പഠിച്ചവൻ ആ പ്രത്യേക സ്ഥലത്തിന് അത്ര കണ്ടാമൃഗത്തെ ഒരു പ്രത്യേക തലത്തിലൂടെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങളുടെ ജീനുകളിൽ ഈ മഞ്ഞപ്പിത്തുണ്ട് എന്നുള്ള കാരണം തന്നെയാണ് അതിന് കാരണം എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ചുരുക്കത്തിൽ നേർക്കുനേരെ നമുക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായിട്ടില്ലെങ്കിലും ഏത് ജീവിയുടെ കാര്യം എടുത്താലും മനുഷ്യന് നേരിട്ടോ അല്ലാതെയോ ഗുണമുണ്ടാകും എന്നുള്ളതാണ് സത്യം. വിഷമുള്ള ജീവികളെക്കുറിച്ച് പറയുമ്പോൾ വിഷമുള്ള ജീവികളിൽ നിന്നാണ് ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന മരുന്നുകളിൽ പലതും ഉണ്ടാക്കുന്നത് എന്നുള്ള വസ്തുത എൻ്റെ സുഹൃത്ത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ അറിയപ്പെടുന്ന മരുന്നുകളിൽ പലതിൻ്റെയും ഉറവിടം പാമ്പുകളാണെങ്കിലും അതല്ലെങ്കിലും എല്ലാമുള്ള പലതിൻ്റെയും വിഷങ്ങളാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് എല്ലാറ്റിനും അതിൻ്റേതായ മനുഷ്യനുള്ള ഉപകാരങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക, കാര്യങ്ങൾ ബോധ്യപ്പെടുക എന്നാണ് സൂചിപ്പിക്കുന്നത്. എൻ്റെ പേര് രാജേന്ദ്രൻ, മുടപ്പുലൂരിൽ നിന്നാണ്. ശാന്തിയുടെ മതമാണ് ഇസ്ലാം എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോൾ തന്നെ വർഗീയ ലഹളകളുടെയും തീവ്രവാദത്തിൻ്റെയും പ്രവർത്തനങ്ങളിൽ ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ ഉണ്ടല്ലോ. ഈ അവ്യക്തത ഒന്ന് നീക്കി തരണമെന്ന് ആവശ്യം. സുഹൃത്ത് ജ്ഞാനേന്ദ്രൻ്റെ സംശയം വളരെ പ്രസക്തമാണ്. ശാന്തിയുടെ മതമാണ് ഇസ്ലാം എന്നവകാശപ്പെടുമ്പോഴും വർഗീയ കലാപങ്ങളും തീവ്രവാദവുമെല്ലാം ഒരു വശത്ത് അരങ്ങ് തകർക്കുകയും
മുസ്ലിങ്ങളെ അപ്പേരിൽ പ്രതിക്കൂട്ടിലാക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷമുണ്ട്. ഈ അവ്യക്തത ഒന്ന് വ്യക്തമാക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാം ശാന്തിയുടെ മതമാണ് എന്നത് ഒരു കേവല അവകാശവാദമല്ല. ഓരോരുത്തർക്കും അവനവൻ്റേതായ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ കഴിഞ്ഞേക്കും. ഞാൻ വലിയ സമാധാനത്തിൻ്റെ ആളാണെന്ന് പറയാം, എതിർവശത്ത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം വ്യക്തിപരമായി. എന്നാൽ ഇസ്ലാമിക ആദർശം ശാന്തിയുടേതാണ് എന്ന് പറയുമ്പോൾ അത് കേവലമായി ഈ രൂപത്തിലുള്ളൊരു അവകാശവാദമല്ല, മറിച്ച് അത് ആദർശത്തിൻ്റെ അനിവാര്യതയാണ് ശാന്തി എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ ആദർശത്തിൻ്റെ ഓരോ രംഗത്തും ശാന്തിയും സമാധാനവും ഇഴചേർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഒരു മതദർശനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വം സ്ഥിതി ചെയ്യുക അതിൻ്റെ ദൈവിക ദർശനത്തിലാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് അള്ളാഹു സ്രഷ്ടാവായ തമ്പുരാൻ കാരുണ്യമൂർത്തിയാണ് എന്ന്. കാരുണ്യമല്ലാതെ മറ്റൊന്നും അവനിൽ നിന്നുണ്ടാകുന്നില്ല. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം പ്രയോഗിക്കപ്പെട്ടിരിക്കുന്ന ദൈവനാമങ്ങൾ അർ-റഹ്മാൻ, അർ-റഹീം തുടങ്ങിയ നാമങ്ങൾ, അഥവാ പരമകാരുണികനും കരുണാനിധിയുമായവൻ. പരമകാരുണികൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ പടച്ചവനെ ഇഷ്ടപ്പെട്ടവനും ഇഷ്ടപ്പെടാത്തവനും, പടച്ചവനെ വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഈ ഭൂമിയിൽ വെച്ച് കാരുണ്യം നൽകുന്നവനെന്നാണ്. കാരുണ്യമല്ലാതെ മറ്റൊന്നും അവനിൽ നിന്നുണ്ടാകുന്നില്ല എന്നാണ് ഖുർആൻ വ്യക്തമാക്കുന്നത്. അങ്ങനെ കാരുണ്യമൂർത്തിയായ തമ്പുരാൻ, അവൻ്റെ കാരുണ്യത്തിൻ്റെ പ്രകാശനങ്ങളിൽ ഒന്നാണ് മനുഷ്യൻ എന്ന പ്രത്യേകമായ സൃഷ്ടിക്ക് തന്നെ നിദാനം. ഈ പ്രപഞ്ചത്തിലാകമാനം പടച്ച തമ്പുരാൻ്റെ കാരുണ്യത്തിൻ്റെ 1% നിവേശിക്കപ്പെട്ടിരിക്കുന്നു എന്നും ബാക്കി 99% സ്വതന്ത്ര ബുദ്ധിയുള്ള സ്വതന്ത്ര ചിന്താശക്തിയുള്ള മനുഷ്യർക്ക് വേണ്ടി പ്രത്യേകമായി പരീക്ഷണത്തിൽ നിന്ന് നൽകുവാനായി സ്വർഗലോകത്ത് മാറ്റിവെച്ചിരിക്കുന്നു എന്നുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ലക്ഷ്യം തന്നെ അവൻ്റെ കാരുണ്യത്തിൻ്റെ പൂർണ്ണമായ പ്രകാശനമാണ് എന്നർത്ഥം. അങ്ങനെ കാരുണ്യമൂർത്തിയായ പടച്ചവൻ അവൻ്റെ കാരുണ്യത്തിൻ്റെ പ്രകാശനമായി സൃഷ്ടിച്ച മനുഷ്യൻ, ആ മനുഷ്യരിൽ അവൻ്റെ കാരുണ്യം വർഷിക്കുന്നതിന് വേണ്ടി അവൻ പ്രവാചകന്മാരെ പറഞ്ഞയച്ചു. പ്രവാചകന്മാരിലൂടെ അവതരിപ്പിക്കപ്പെട്ട ആദർശം ഇസ്ലാം എന്ന പദത്തിന് തന്നെ അർത്ഥം ശാന്തി, സമാധാനം. ആ ഇസ്ലാമിൻ്റെ അന്തിമ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തെക്കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, താങ്കളെ നാം ഈ ലോകത്തിന്, ഈ പ്രപഞ്ചത്തിന് അല്ല, സ്രഷ്ടാവൊഴിച്ച് ബാക്കി എന്തൊക്കെയുണ്ടോ അതിനൊക്കെയും കാരുണ്യമായി കൊണ്ടാണ് നിയോഗിച്ചിട്ടുള്ളത്. ഈ കാരുണ്യം, അപ്പോൾ സമാധാനത്തിൻ്റെ ദർശനമായ ഇസ്ലാം, അതിൻ്റെ അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യമൂർത്തിയായ പടച്ച തമ്പുരാൻ്റെ അന്തിമ പ്രവാചകൻ. ഈ കാരുണ്യമൂർത്തിയായ പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ട ആദർശങ്ങൾ നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കുക. ലോകത്ത് സമാധാനം എന്ന് വെറുതെ പറയല്ല ഖുർആൻ ചെയ്യണത്, മറിച്ച് സമാധാനം ഉണ്ടാകണമെങ്കിൽ എന്തു മാർഗമെന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. അടിസ്ഥാനപരമായി മനുഷ്യർക്ക് മനസ്സമാധാനമാണ് ആവശ്യം. ആ മനസ്സമാധാനം മുതൽ, വ്യക്തിപരമായ സമാധാനം മുതൽ, കുടുംബപരമായ സമാധാനം മുതൽ, അയൽപക്ക ബന്ധങ്ങളിലുള്ള സമാധാനം മുതൽ, സാമൂഹ്യ ബന്ധങ്ങളിലുള്ള സമാധാനം മുതൽ, രാഷ്ട്രാന്തരീയ ബന്ധങ്ങളിലുള്ള സമാധാനം വരെ എങ്ങനെയുണ്ടാകണമെന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു ഇസ്ലാം. അത് കേവലമായ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേവലമായ ഒരു സിദ്ധാന്തമല്ല, മറിച്ച് സമാധാനമുണ്ടാകണമെങ്കിൽ, ശാന്തി ഉണ്ടാകണമെങ്കിൽ ഇസ്ലാം പറയുക നീതി നിലനിൽക്കണമെന്നാണ്. നീതിയുള്ള ഒരു സംവിധാനത്തിൽ മാത്രമേ, ഒരു സിസ്റ്റത്തിൽ മാത്രമേ ശാന്തി സ്വാഭാവികമായി നിർഗളിക്കൂ. മറ്റേത് ശാന്തി അടിച്ചേൽപ്പിക്കുന്നതായി തീരും എത്ര ശ്രമിച്ചാലും.
അപ്പോൾ നീതി, വ്യക്തിതലത്തിൽ നീതി, അവൻ്റെ മനസ്സിനോട്, അവൻ്റെ ആത്മാവിനോട് അവന് നീതി ചെയ്യാൻ കഴിയുക അവൻ ദൈവത്തിൽ സമർപ്പിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനസ്സിന് സമാധാനം ഉണ്ടാകണമോ, ശാന്തി ഉണ്ടാകണമോ, ദൈവബോധം മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കണമെന്ന്. ഇങ്ങനെ വ്യക്തി ജീവിതം, കുടുംബജീവിതം ഞാൻ വിശദീകരിക്കുന്നില്ല, മണിക്കൂറുകളോളം സംസാരിക്കേണ്ട വിഷയമാണ്. ഇങ്ങനെ സാമൂഹിക ജീവിതത്തിൽ ഖുർആൻ പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു ഹൽ കൂനൂ ഖവ്വാമൂന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്. നിങ്ങൾ അല്ലാഹുവിന് സാക്ഷി നിൽക്കുന്നവർ എന്നുള്ള നിലക്ക് നീതിക്ക് വേണ്ടി നിലനിൽക്കുന്നവരാകണം. ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞതാണ്, നീതി നിലനിൽക്കണം, അപ്പോഴേ ശാന്തി ഉണ്ടാകും. നീതി ആർക്കെതിരെ? സ്വന്തത്തിനോ ആർക്കെതിരാണെങ്കിലും. എന്നിട്ട് ഖുർആൻ പ്രത്യേകം പറഞ്ഞു വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. നിങ്ങൾക്കൊരു വിഭാഗത്തോട് ദേഷ്യമുണ്ട് എന്നത്, വെറുപ്പുണ്ട് എന്നത്, അവരോട് അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. അപ്പോൾ ഇസ്ലാമിക സിദ്ധാന്തം മുഴുവനും എടുത്ത് പരിശോധിച്ചാൽ വ്യക്തിയിൽ, സമൂഹത്തിൽ, കുടുംബത്തിൽ, വൈയക്തിക ബന്ധങ്ങളിൽ എല്ലാം നീതി നിലനിർത്തേണ്ടത് എങ്ങനെ എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ ശാന്തി ഉണ്ടാകും. അത് ഇന്ന് ലോകത്ത് മുഴുവനും അശാന്തി നിലനിൽക്കുന്ന പ്രദേശങ്ങൾ മുഴുവനും എടുത്ത് നിങ്ങൾ പരിശോധിക്കുക. നമ്മൾ കണ്ണടച്ച് തീവ്രവാദം, ഭീകരവാദം എന്നെല്ലാം നമുക്ക് പറഞ്ഞ് തള്ളാൻ പറ്റും. പക്ഷെ അതിനപ്പുറത്ത് അവിടെ നിങ്ങൾ എവിടെയും എടുത്ത് പരിശോധിക്കുക, ഒരനീതിയുണ്ടോ അവിടെ അശാന്തി ഉണ്ടാകും. അത് നമ്മൾ ഇല്ലാതെയാക്കാൻ വെറുതെ പൊടിയിട്ടിട്ട് കാര്യമില്ല. അടിസ്ഥാനപരമായ പ്രശ്നമാണ് പരിഹരിക്കേണ്ടത്. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് ലോകത്ത് എടുത്തു കാണിക്കപ്പെടുന്ന കേന്ദ്രങ്ങളിലൊന്ന് ഇറാഖാണ്. എന്താണ് ഇറാഖിൽ സംഭവിച്ചത്? ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ജനിച്ചു വളർന്ന സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്ന ഒരു സമൂഹം, അവിടേക്ക് അധിനിവേശത്തിന് വേണ്ടി കടന്നു വരുന്ന ആളുകൾ, അവരെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ, അവിടെ പെട്രോൾ ഉണ്ടായി എന്നൊരു തെറ്റല്ലാതെ, അവിടെ കുറച്ച് വെള്ളമുണ്ടായി എന്നൊരു തെറ്റല്ലാതെ അവിടുത്തെ ജനം മറ്റൊന്നും ചെയ്തിട്ടില്ല. ചിലപ്പോൾ അവിടുത്തെ ഭരണാധികാരികൾ തെറ്റ് ചെയ്തിരിക്കാം, ശരി ചെയ്തിരിക്കാം, പക്ഷെ ജനം എന്ത് പഠിച്ചു എന്നിട്ട് അവിടെ അധിനിവേശം ഉണ്ടാവുകയാണ്. സ്വാഭാവികമായും മനുഷ്യർ പ്രതികരിക്കും. ഇത് സ്വാഭാവികമാണ്. പലസ്തീൻ നിങ്ങൾ എടുത്തു നോക്കുക, മറ്റൊരു കേന്ദ്രമായി പറയപ്പെടുന്ന പ്രദേശമാണല്ലോ. പലസ്തീനിലെ പ്രശ്നവും ഇതേപോലെ തന്നെ. സ്വന്തം നാട്ടിൽ വിലാസം നഷ്ടപ്പെടുന്ന മനുഷ്യർ, സ്വന്തം ജനിച്ചിരിക്കുന്നു എന്ന് തെളിവില്ലാത്ത ആളുകൾ വിലാസത്തിന് വേണ്ടി പോരാടുമ്പോൾ, കവണയിലെ കല്ലെടുത്ത് പോരാടുമ്പോൾ അതിന് അശാന്തി എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. പക്ഷേ അവിടെ അനീതി അതില്ലാതെയാകാതെ, അവർക്ക് സ്വന്തം നാട്ടിൽ വിലാസം നൽകുവാനുള്ള ഒരു സംവിധാനമില്ലാതെ അവരെ പഠിക്കുന്നത് കൊണ്ട് അടിസ്ഥാനപരമായി കാര്യമില്ല. പക്ഷെ ഇസ്ലാമികമായ വീക്ഷണത്തിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് വേറെയാണ് പ്രശ്നം. അത് വേറെ തലത്തിൽ ആലോചിക്കേണ്ടതാണ്. ഇപ്പം ഇന്ത്യ എന്ന രാജ്യം 1857 മുതൽ 1947 വരെയുള്ള 90 വർഷക്കാലം ഇന്ത്യയുടേത് എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, കലാപങ്ങളുടെ, പ്രശ്നങ്ങളുടെ, അടിച്ചമർത്തലുകളുടെ, എതിരെയുള്ള സ്ഫോടനങ്ങളുടെ എല്ലാം കാലഘട്ടമാണ്. നമ്മളതിന് സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കും. അതേസമയം ബ്രിട്ടീഷുകാരൻ അതിന് വിളിക്കുക എന്താണ്? കലാപമെന്ന്, തീവ്രവാദമെന്ന്, അല്ലേ? അവൻ്റെ വീക്ഷണം അതാണ്. പക്ഷേ നമുക്ക് ഇവിടെ അടിസ്ഥാനപരമായി ഇന്ത്യയിൽ ജനിച്ച ആളുകൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ആളുകൾ പലരും പല രൂപത്തിൽ പ്രതികരിച്ചു. ഗാന്ധിജി അഹിംസയോടുകൂടി പ്രതികരിച്ചു. അതേപോലെ ചന്ദ്രശേഖർ ആസാദ് ബോംബെടുത്ത് പ്രതികരിച്ചു. പലരും പല രൂപത്തിൽ പ്രതികരിച്ചു. അത് വേറെ വശം. അതിലേത് ശരി ഏത് തെറ്റും നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ആ പ്രശ്നമില്ലാതെയാകണമെങ്കിൽ അടിസ്ഥാനപരമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എന്നത് ലഭിക്കേണ്ടിയിരുന്നു. അത് ലഭിച്ചപ്പോൾ മറ്റു പ്രശ്നങ്ങളുണ്ടായി, പക്ഷെ ആ പ്രശ്നമില്ലാതായി. ഇതേപോലെ അനീതി നിലനിൽക്കുന്നിടത്ത് അശാന്തി ഉണ്ടാകും. അതില്ലാതാകണമെങ്കിൽ അനീതി ഇല്ലാതെയാകണം ഒന്ന്. ഇനി രണ്ടാമത്തെ പ്രശ്നം, ഇസ്ലാം എന്തുകൊണ്ട് ഈ രൂപത്തിൽ കലാപങ്ങളുടെ, വർഗീയതയുടെ എല്ലാം പേരിൽ ക്രൂശിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു? ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. നിങ്ങൾക്കെടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ 2-3 ദിവസമായി ശ്രീലങ്കയിൽ ആകെ പ്രശ്നമാണ്. ശ്രീലങ്കയിൽ പ്രശ്നമുണ്ടാക്കുന്നത് ആരാണ്? ഹിന്ദുക്കളാണ്.
പ്രഭാകരൻ്റെ നേതൃത്വത്തിലുള്ള ഹിന്ദുക്കൾ ബഹുഭൂരിപക്ഷവും അവരാണ്. മാത്രമല്ല അവിടുത്തെ ആന്തരിക പ്രശ്നങ്ങളിലെല്ലാം പിന്നെ മുസ്ലിങ്ങളോട് എതിർപ്പാണ് പ്രഭാകരൻ്റെ ഗ്രൂപ്പിന് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. പക്ഷെ എന്തായിരുന്നാലും അവിടെ ബഹുഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്. പക്ഷേ ആ ഹിന്ദുക്കളാണ് എന്നതാണോ അവരെ കലാപത്തിന് പ്രേരിപ്പിക്കുന്നത്? അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്, തീരുമാനങ്ങളുണ്ട്. പക്ഷേ അത് ഒരു ശ്രീലങ്കൻ പ്രശ്നമായി നമ്മൾ വിലയിരുത്തുന്നു. അതേപോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ട്. ആസാമിൽ തീവ്രവാദികൾ പ്രശ്നമുണ്ടാക്കുന്നു, ബോഡോലാൻഡിൻ്റെ പ്രശ്നമുണ്ട്, അതേപോലെ തന്നെ പഞ്ചാബിലെ പ്രശ്നമുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിലുമുള്ള പ്രശ്നങ്ങളെ നാം ദേശീയതയുടെ ഉപദേശീയതയുടെ പ്രശ്നമായി വിലയിരുത്തുമ്പോൾ ഒരു മുസ്ലിം ഉൾപ്പെടുന്ന പ്രശ്നത്തെ ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും പ്രശ്നമായി വിലയിരുത്തുന്നിടത്ത് നമുക്ക് അടിസ്ഥാനപരമായ തകരാറുകൾ സംഭവിക്കുന്നു. ആ തകരാറ് നമുക്ക് ഉണ്ടാകുന്ന തകരാറല്ല, നമ്മിൽ അടിച്ചേൽപ്പിക്കുന്ന തകരാറാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് കാരണം മീഡിയ എന്ന ആയുധമാണ്. മീഡിയ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുവാൻ ബോധപൂർവമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? മീഡിയ മുതലാളിത്തത്തിൻ്റെ സാമ്രാജ്യത്വത്തിൻ്റെ ഒരായുധമാണ്. എന്തുകൊണ്ട് മീഡിയ എന്നതൊരു എസ്റ്റാബ്ലിഷ്മെൻ്റാണ്. മുൻപ് പത്രം നടത്തിയതുപോലെ ആളുകൾക്ക് സത്യസന്ധമായ വിവരം എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ധാർമ്മിക കടമ നിർവഹിക്കുന്ന ഒരു ഏർപ്പാടൊന്നുമല്ല മീഡിയ. ഇന്ന് മറിച്ച് മീഡിയ എന്നത് തന്നെ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റാണ്, ഒരു സ്ഥാപനമാണ്. ഈ മീഡിയ എന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഒരു ഏകശിലാരൂപത്തിലുള്ളൊരു സ്ഥാപനം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഏകശിലാരൂപ സ്ഥാപനത്തിൻ്റെ നേതൃത്വം ആരുടെ കയ്യിലാണ്? സാമ്രാജ്യത്വത്തിൻ്റെ കയ്യിലാണ്. സാമ്രാജ്യത്വത്തിന് ഇസ്ലാമിനോട് വിരോധമുണ്ട്. അതിന് കാരണമുണ്ട്, രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് രാഷ്ട്രീയമാണ്, ഒന്ന് സൈദ്ധാന്തികമാണ്. രാഷ്ട്രീയമായ കാരണം നമുക്കറിയാം, മുസ്ലിങ്ങൾ ബഹുഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലാണ് എണ്ണ കണ്ടെത്തിയത്. എണ്ണയാണ് ആധുനിക കാലഘട്ടത്തിൻ്റെ ഊർജ സ്രോതസ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ മുസ്ലിങ്ങളെ അധീശത്വത്തിൽ വരുത്താതെ എണ്ണയുടെ ആധിപത്യത്തിന് സാധ്യമല്ലാത്ത അവസ്ഥാവിശേഷമുണ്ട്. അത് ഒന്ന്. രണ്ടാമത്തെ കാരണം സൈദ്ധാന്തികമാണ്. നമുക്കറിയാം, കമ്മ്യൂണിസത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ലോകത്തേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമാണ് മുതലാളിത്ത ലോകത്തെ, സാമ്രാജ്യത്വ ലോകത്തെ മുടിചൂടാ മന്നനായി അറിയപ്പെട്ട സാമുവൽ ഹണ്ടിങ്ടൻ്റെ ദ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്ന പുസ്തകം. അദ്ദേഹം സംസ്കാരങ്ങളുടെ സംഘട്ടനം എന്ന തലക്കെട്ടിൽ എഴുതപ്പെട്ട പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് രണ്ട് സംസ്കാരങ്ങൾ തമ്മിലാണ് ഇനി സംഘട്ടനം നടക്കുന്നത് എന്നാണ്. ആ സംസ്കാരം ഒന്ന് സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും എല്ലാ അർത്ഥത്തിലുമുള്ള ആസ്വാദനത്തിൻ്റെയും സംസ്കാരമാണ്. അത് പാശ്ചാത്യ സംസ്കാരമാണ്. മറ്റൊന്ന് ജഡത്വത്തിൻ്റെയും പിന്നോക്കത്തിൻ്റെയും മൗലികതയുടെയും സംസ്കാരമാണ്. അത് പൗരസ്ത്യ സംസ്കാരമാണ്. ആ സംസ്കാരം അതിനെ പ്രതിനിധീകരിക്കുന്നത് ഇസ്ലാമാണ്. അതുകൊണ്ട് ഇനിയത്തെ സമരം ഇസ്ലാമും പാശ്ചാത്യ സംസ്കാരവും തമ്മിലുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വളരെ സമർത്ഥമായി അദ്ദേഹം സ്ഥാപിക്കുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ അതാണ്. എന്താണ് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ സംസ്കാരം എന്ന് അദ്ദേഹം പേരിട്ട സംസ്കാരത്തിൻ്റെ സവിശേഷത? ആരെയും അതിക്രമിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ആരെയും അധീശത്വപ്പെടുത്തുവാനുള്ള സ്വാതന്ത്ര്യം, സ്വന്തം അമ്മയെയും പെങ്ങളെയും അവരുടെ സൗന്ദര്യത്തെയും മാർക്കറ്റിൽ കൊണ്ടുപോയി വിലപേശി വിൽക്കുവാനുള്ള സ്വാതന്ത്ര്യം, ആ സ്വന്തം മാതാവിൻ്റെ സൗന്ദര്യം കാണിച്ചു കൊടുത്ത് അവരുടെ സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്ത് അതിന് നടുവിൽ തൻ്റെ പ്രോഡക്റ്റുകൾ നിരത്തി വെച്ച് അതിനെ വിൽക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാമാണ് അവർ സ്വാതന്ത്ര്യം കൊണ്ട് വിവക്ഷിക്കുന്നത്. എങ്കിൽ ഇസ്ലാം അവിടെ പ്രതിരോധം തീർക്കുന്നു എന്നത് അവർക്ക് തലവേദനയുണ്ടാക്കുന്ന പ്രശ്നമാണ്. ജനങ്ങളെ അവരുടെ തൃഷ്ണയെ വളർത്തിക്കൊണ്ടാണ്, ഉപഭോഗ തൃഷ്ണയെ വളർത്തിക്കൊണ്ടാണ് തങ്ങളുടെ അധീശത്വം നടപ്പാക്കാൻ സാമ്രാജ്യത്വം ആധുനിക കാലഘട്ടത്തിൽ പരിശ്രമിച്ചു പോകുന്നത്. ആ ഉപഭോഗ തൃഷ്ണയെ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്ന അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഇസ്ലാം പ്രതിരോധം തീർക്കുന്നു. അവർ മാർക്കറ്റിനെ സ്നിഗ്ധമാക്കാൻ ഉപയോഗിക്കുക ഒന്ന് ലഹരിയാണ്, ഇസ്ലാം പ്രതിരോധിക്കുന്നു. മറ്റൊന്ന് ലോട്ടറിയാണ്, ഇസ്ലാം അവിടെ പ്രതിരോധിക്കുന്നു. മറ്റൊന്ന് പലിശയാണ്, ഇസ്ലാം അവിടെ പ്രതിരോധിക്കുന്നു. മറ്റൊന്ന് സ്ത്രീയുടെ സൗന്ദര്യത്തെ വിൽപ്പന ചരക്കാക്കലാണ്, ഇസ്ലാം പ്രതിരോധിക്കുന്നു. അതേപോലെ തന്നെ സ്ത്രീയുടെ മാംസക്കച്ചവടപാട് ഇസ്ലാം പ്രതിരോധിക്കുന്നു. അവിടെ
മാർക്കറ്റിങ്ങിനെ സ്നിഗ്ധമാക്കുവാൻ അവരുടെ കൈകളിലുള്ള മാർഗത്തോട് മുഴുവനും ഇസ്ലാം പ്രതികൂലമായി നിലനിൽക്കുമ്പോൾ ഇസ്ലാമിനെ തമസ്കരിക്കുക വഴി മാത്രമേ ഇസ്ലാമിക ലോകത്തേക്ക് തങ്ങളുടെ മാർക്കറ്റിംഗ് സാധ്യമാവുകയുള്ളൂ എന്നവർ മനസ്സിലാക്കുന്നു. അവിടെ വെച്ചാണ് ഹിജാബിനോടുള്ള, പർദ്ദയോടുള്ള പാശ്ചാത്യൻ വിരോധത്തിൻ്റെ അടിത്തറ രൂപപ്പെടുന്നത് തന്നെ. അതല്ലെങ്കിൽ കന്യാസ്ത്രീയുടെ വസ്ത്രത്തോടില്ലാത്ത ഒരു വെറുപ്പ് എന്തുകൊണ്ട് പൗരസ്ത്യ സ്ത്രീയുടെ പർദ്ദയോടുണ്ടാകണം? നിങ്ങൾ ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കണം. എൻ്റെ കന്യാസ്ത്രീയുടെ വസ്ത്രത്തെ വിമോചനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വസ്ത്രമായി പരിചയപ്പെടുത്തുന്ന നമ്മുടെ മീഡിയകൾ അതേ വസ്ത്രം ഒരു മുസ്ലിം സ്ത്രീ ധരിക്കുമ്പോൾ അത് ജഡത്വത്തിൻ്റെയും പിന്നോക്കത്തിൻ്റെയും എല്ലാ അർത്ഥത്തിലുമുള്ള അടിമത്വത്തിൻ്റെയും വസ്ത്രമായി മുദ്രയടിക്കപ്പെടുന്നു. കാരണം ഒന്ന് അടിമത്വത്തിൻ്റെതാണ്, മറ്റൊന്ന് വിമോചനത്തിൻ്റെതാണ് എന്നത് തന്നെ. നിങ്ങളുടെ പ്രോഡക്റ്റുകൾക്ക് ഇവിടെ സ്ഥാനമില്ല എന്ന് പറയുന്ന പ്രതിരോധത്തിൻ്റെ വസ്ത്രം കാണുമ്പോൾ പാശ്ചാത്യർക്ക്, സാമ്രാജ്യത്വത്തിന്, മുതലാളിത്തത്തിന് കലി കയറുമെന്നത് യാഥാർത്ഥ്യം. ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിക ആദർശത്തോട് തന്നെ മുതലാളിത്തത്തിന് അലർജിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ തമസ്കരിച്ചേ മതിയാകൂ. അത് തമസ്കരിക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി മുതലാളിത്തം അവരുടെ കൈകളിലുള്ള ശക്തമായ ആയുധമായ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിഥ്യയാണ് ഇസ്ലാമിക് ടെററിസം എന്ന മിഥ്യ. അതിന് അവരുടേതായ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. ഒറ്റപ്പെട്ട സംഭവങ്ങളെ വിഗ്രഹവൽക്കരിക്കുന്നു. അതുവഴി മീഡിയ എന്നുള്ള ആയുധത്തിൻ്റെ സവിശേഷത, അതുവഴി ആരെയാണോ തങ്ങൾ ലക്ഷ്യമാക്കുന്നത് അവരെ തന്നെ അവർക്കെതിരായി തീർക്കാൻ കഴിയുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മീഡിയ എന്നുള്ള ആയുധം മുസ്ലിങ്ങൾ ഇസ്ലാം തീവ്രവാദമാണ്, മുസ്ലിങ്ങൾ ഭീകരവാദികളാണ് എന്ന് പഠിപ്പിക്കുക വഴി അവർ ലക്ഷ്യമാക്കുന്നത് രണ്ടാണ്. ഒന്ന്, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാം. മറ്റൊന്ന്, അവർ മീഡിയ അങ്ങനെ പറയല്ല ചെയ്യുക, മറിച്ച് മുസ്ലിങ്ങൾക്കുള്ളിൽ, മുസ്ലിം സാധാരണക്കാർക്കുള്ളിൽ, യുവാക്കൾക്കുള്ളിൽ തങ്ങൾക്ക് ഭീകരവാദം കൊണ്ട് മാത്രമേ രക്ഷയുള്ളൂ എന്നൊരു തരത്തിലുള്ള അരക്ഷിത ബോധം ഉണ്ടാക്കുവാൻ ഇതുവഴി കഴിയും. അപ്പോൾ സ്വാഭാവികമായി അവർ ഭീകരവാദികളാകും. അങ്ങനെ ഭീകരവാദികളാകുമ്പോൾ തങ്ങളുടെ വാദത്തിന് തെളിവായി എന്ന് മാത്രമല്ല, ഭീകരവാദം സ്വന്തം ആദർശമായി സ്വീകരിച്ചൊരു സമൂഹത്തിന് ഒരിക്കലും ആദർശ പ്രബോധനം സാധ്യമല്ല എന്നും, അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ സൃഷ്ടിപരമായ പുനരുജ്ജീവനത്തിന് വേണ്ടി, പുനഃസൃഷ്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നും പാശ്ചാത്യൻ ബുദ്ധിജീവികൾക്കറിയാം. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ കലാപകാരികളാക്കി മാറ്റിക്കഴിഞ്ഞാൽ, മുസ്ലിങ്ങളെ ഭീകരവാദികളാക്കി മാറ്റിക്കഴിഞ്ഞാൽ തങ്ങളുടെ രണ്ട് തലത്തിലുള്ള ലക്ഷ്യങ്ങളും സാക്ഷാത്കരിക്കപ്പെടും എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സമർത്ഥമായി മുസ്ലിം യുവാക്കളെ ഭീകരവാദികളാക്കി മാറ്റുവാനുള്ള പരിശ്രമങ്ങളും അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ മീഡിയ ഉപയോഗിച്ചു കൊണ്ടുണ്ടാകുന്നു. ചുരുക്കത്തിൽ എവിടെയും ഇസ്ലാം ഭീകരവാദം ഒരർത്ഥത്തിലും അംഗീകരിക്കുന്നില്ല, ഇസ്ലാം അനുവദിക്കുന്നുമില്ല. ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ഭീകരവാദത്തെ തൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു രംഗത്ത് ഒരർത്ഥത്തിലും അംഗീകരിക്കുവാൻ സാധ്യവുമല്ല. എന്നാൽ മുസ്ലിങ്ങളിൽപ്പെട്ട ചിലരെങ്കിലും അതിലേക്ക് ആകൃഷ്ടരായിട്ടുണ്ട് എന്ന വസ്തുത നിഷേധിക്കുവാൻ നമുക്കാർക്കും സാധ്യവുമില്ല. ആയിട്ടുള്ളവർ മീഡിയയുടെ, പാശ്ചാത്യരുടെ, അതല്ലെങ്കിൽ സാമ്രാജ്യത്വത്തിൻ്റെ ഇരകളാണ് എന്നുള്ളതാണ് സത്യം. അറിയാതെ തങ്ങൾ ഏതൊരു മാർഗത്തിലൂടെയാണ്, ലക്ഷ്യത്തിലേക്കാണ് നടന്നു പോകുന്നത് എന്നറിയാതെ പാശ്ചാത്യ വിരോധമാണ് എന്ന് കരുതി, സാമ്രാജ്യത്വ വിരോധമാണ് എന്ന് കരുതി സാമ്രാജ്യത്വം വിട്ടുകൊടുത്തിരിക്കുന്ന ഈ ചൂണ്ടലിൽ കൊളുത്തിക്കഴിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ആ ചൂണ്ടലിനനുസരിച്ച് ചാടിക്കളിച്ചു കൊണ്ടിരിക്കുന്ന ഇരകൾ മാത്രമാണ് ഭീകരവാദത്തെ തങ്ങളുടെ ജീവിത പദ്ധതിയായി സ്വീകരിച്ച, അല്ലെങ്കിൽ അതിലേക്ക് അടുത്തുപോയ മുസ്ലിം യുവാക്കൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് ഇസ്ലാം പറയുക, മുസ്ലിങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളുടെ അജണ്ട നിർണ്ണയിക്കേണ്ടത് പത്രമാധ്യമങ്ങളോ നിങ്ങളുടെ ചുറ്റുപാടുകളോ അല്ല. നിങ്ങളുടെ അജണ്ട നിർണ്ണയിക്കേണ്ടത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. അവിടെയാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ മുസ്ലിം യുവാക്കളോട് ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും മടങ്ങുവാൻ പറയുമ്പോൾ അവിടെ വളരെ അടിസ്ഥാനപരമായി ഭീകരവാദത്തിനെതിരെയുള്ള സൈദ്ധാന്തികമായ സമരത്തിന് ആക്കം കൂട്ടുകയാണ്. ഞങ്ങൾ ഒരു മുഖത്ത്
ഇസ്ലാം സമാധാനമാണ് എന്ന് പറയുകയും ജനങ്ങളുടെ മുന്നിൽ ഇസ്ലാം സമാധാനമാണ് എന്ന് കേവലമായ അർത്ഥമില്ലാത്ത വാക്കുകൾ ഉരുവിടുകയും പിന്നിൽ പോയി ഭീകരവാദത്തിന് ചൂട്ടുപിടിക്കുവാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഭീകരവാദത്തിന് അനുകൂലിക്കുവാൻ അല്ലെങ്കിൽ അരുനിൽക്കുവാൻ സാധ്യമല്ല എന്നതുകൊണ്ടാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും തിരിച്ചു വരുവാൻ മുസ്ലിം യുവാക്കൾ സന്നദ്ധമാക്കുകയാണെങ്കിൽ അവർക്ക് ഇസ്ലാമിന് ഇത്തരം പ്രശ്നങ്ങളിൽ, മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന സ്വാഭാവികമായ പ്രശ്നങ്ങളിൽ എന്ത് പരിഹാരമുണ്ട് എന്ന്, എന്ത് നിലപാടെടുക്കണമെന്ന്, എന്തൊക്കെ നടപടികളാണ് ആവശ്യമെന്ന് ഇസ്ലാമിന് കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിലൂടെ നടക്കാൻ സന്നദ്ധമായാൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ പുനരുത്ഥാനമുണ്ടാകും. അതോടൊപ്പം തന്നെ നാശമുണ്ടാവുകയുമില്ല. ഭീകരവാദത്തിലൂടെ, തീവ്രവാദത്തിലൂടെ സമൂഹത്തെ നാശത്തിലേക്ക് നയിക്കുന്ന ആളുകളായി തീരുകയുമില്ല. ചുരുക്കത്തിൽ ഇസ്ലാം ഭീകരവാദമാണ് എന്ന പ്രയോഗം അസംബന്ധമാണ്. അത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, ഇസ്ലാമിനെ അല്ല മാനവികതയുടെ ശത്രുക്കൾ, മാനവികതയിലേക്ക് മനുഷ്യരെ നയിക്കുന്ന ഈ ആദർശത്തെ തമസ്കരിക്കുവാൻ വേണ്ടി ബോധപൂർവം മെനഞ്ഞെടുത്തൊരാശയമാണ്. എന്നാൽ അവിടെ മനസ്സിലാക്കേണ്ടത് ഇത് മീഡിയ ഉപയോഗിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ മുസ്ലിങ്ങളിൽപ്പെട്ട ചെറിയൊരു വിഭാഗമെങ്കിലും ഇതിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് സത്യമാണ്. അതിന് നമുക്കുള്ള മാർഗം യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിൻ്റെ പാന്താവിനെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുകയും ആ പാന്താവിലേക്ക് തിരിച്ചു വിളിക്കുകയുമാണ്. അതാണ് ഇസ്ലാമിക പ്രബോധകർ ലോകവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ദൗത്യം. ഈ ഏകദൈവ വിശ്വാസം എന്ന് പറയുമ്പോൾ ഏകദൈവ വിശ്വാസികൾക്ക് മറ്റു മതസ്ഥരോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം, എങ്ങനെയാവും? അസഹിഷ്ണുത ഒരു വിഷയമാണല്ലോ, അത് വ്യക്തമാക്കണം. ഏകദൈവ വിശ്വാസികളോർക്ക് മറ്റു മതസ്ഥരോടുള്ള സമീപനം എങ്ങനെയാകണം? അസഹിഷ്ണുത ഒരു വലിയ വിഷയമാണല്ലോ എന്നാണ് ചോദ്യം. തീർച്ചയായും പ്രസക്തമാണ് ചോദ്യം. ഇസ്ലാമിൻ്റെ ഏകദൈവ വിശ്വാസം തികച്ചും സഹിഷ്ണുതയില്ലാത്ത ഒരാദർശമാണ്. യാതൊരു സഹിഷ്ണുതയുമില്ലാത്തൊരാദർശം. ആ സഹിഷ്ണുതയില്ലായ്മ ആദർശത്തോടുള്ള സഹിഷ്ണുതയില്ലായ്മയാണ്. ആദർശം സ്വീകരിച്ചവരോടുള്ള സഹിഷ്ണുതയില്ലായ്മയല്ല. ഇസ്ലാം പറയുക സൃഷ്ടാവും സംരക്ഷകനുമായ തമ്പുരാൻ മാത്രമാണ് ആരാധ്യൻ എന്ന് ഇസ്ലാം പറയുമ്പോൾ ഒരാൾ മുഹമ്മദ് നബിയെ ആരാധിക്കുകയാണെങ്കിൽ അത് തെറ്റ് എന്ന് ഇസ്ലാം പറയും. അതേപോലെ മറ്റ് ഏത് സൃഷ്ടിയെ ആരാധിക്കുകയാണെങ്കിലും അത് തെറ്റ് എന്ന് ഇസ്ലാം പറയും. അവിടെ മുഹമ്മദ് നബി അദ്ദേഹം നമ്മളാളല്ലേ, അദ്ദേഹത്തെ ആരാധിക്കുന്നത് ഒരു ചെറിയ തെറ്റെന്ന് പറഞ്ഞാൽ പോരെ. ഇല്ല, ആദർശത്തോട് പക്ഷഭേദമില്ലാതെ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നു. പക്ഷെ ഒരാൾ മുഹമ്മദ് നബി ആരാധിക്കുന്ന മനുഷ്യനോടോ അയാളോട് സഹതാപമാണ് ഇസ്ലാമിന്. അയാളോട് അസഹിഷ്ണുതയല്ല. തീർച്ചയായും അയാളുടെ ആദർശം തെറ്റാണ് എന്ന് ബോധ്യമുള്ളപ്പോൾ തന്നെ അയാളെ ശരിയായ ആദർശത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ആ ബോധ്യപ്പെടുത്തലിൽ പരാജയപ്പെടുകയാണെങ്കിൽ അയാൾക്ക് അയാളുടെ ആദർശം അനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിശ്വസിക്കുകയും ആ സ്വാതന്ത്ര്യം അയാൾക്ക് നൽകുകയും ചെയ്യുന്ന ആദർശമാണ് ഇസ്ലാമിൻ്റേത്. ഇസ്ലാം വളരെ വ്യക്തമായി പറഞ്ഞു, വിശുദ്ധ ഖുർആൻ മാത്രമാണ് ഒരു വേദഗ്രന്ഥം എന്നുള്ള നിലക്ക് പച്ചയായി മതത്തിൻ്റെ വിഷയത്തിൽ യാതൊരു രൂപത്തിലുള്ള പ്രലോഭനങ്ങളോ യാതൊരു രൂപത്തിലുമുള്ള അടിച്ചമർത്തലുകളോ ഉണ്ടാകാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ആദർശം. ഇസ്ലാം പറഞ്ഞു, ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന അർ-റുശ്ദ മിനൽ ഖയ്. വളരെ കൃത്യമാണ് ഖുർആന്റെ വചനങ്ങൾ. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 256-ാമത്തെ വചനം. ഖുർആൻ പറയാണ്, ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ യാതൊരു നിർബന്ധവുമില്ല, യാതൊരു ഹേമവുമില്ല, യാതൊരു പ്രലോഭനവുമില്ല. പക്ഷേ ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഖയ്, തീർച്ചയായും ശരി തെറ്റിൽ നിന്ന്, നന്മ തിന്മയിൽ നിന്ന്, സദാചാരം ദുരാചാരത്തിൽ നിന്ന് വേർതിരിച്ച് കാണിച്ചു കൊടുക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ദൗത്യം. ശരി എന്ന് ഇസ്ലാം വിശ്വസിക്കുന്ന ഏകദൈവാരാധന അത് പച്ചയായി
മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാതെ, എന്നാൽ വളരെ കൃത്യമായി അവരുടെ മനസ്സിന് ബോധ്യപ്പെടുന്ന രൂപത്തിൽ പറയാൻ ഇസ്ലാം സന്നദ്ധമാകും. എന്നാൽ അത് ചെയ്യുന്ന ആളുകളോട് വിരോധമല്ല, മറിച്ച് അവരോടുണ്ടാവുക സ്നേഹമാണ്. ആ സ്നേഹമാണ് അത് പറയാൻ പോലും പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഖുർആൻ സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബഹുദൈവ ആരാധന നിത്യനാശത്തിലേക്ക് മനുഷ്യരെ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ആദർശമാണ് എന്ന് തിരിച്ചറിവുണ്ടാകുന്നത് കൊണ്ട് തൻ്റെ സുഹൃത്ത്, തൻ്റെ സഹോദരൻ നിത്യനാശത്തിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അയാളെ ശരിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുക എന്ന ദൗത്യം മാത്രമാണ് അയാൾ നിർവഹിക്കുന്നത്. അവിടെ ഒരു രോഗിയോട് ഡോക്ടറുടെ സമീപനം, രോഗത്തോട് അയാൾക്ക് ഇഷ്ടമില്ല, പക്ഷേ രോഗിയോട് സ്നേഹമാണുള്ളത്. അതാണ് ഇസ്ലാമിൻ്റെ ഈ രംഗത്തുള്ള സമീപനം. ആദർശപരമായി, നേർക്ക് നേരെ പറഞ്ഞാൽ ആദർശപരമായി പച്ചയായി തന്നെ ഇസ്ലാം ബഹുദൈവ ആരാധന ശരിയല്ല എന്ന് പച്ചയായി പറയുന്നുണ്ട്. അത് അസഹിഷ്ണുതയാണെങ്കിൽ ആദർശപരമായി അസഹിഷ്ണുമാണ് ഇസ്ലാം എന്ന് പറയാം. എന്നാൽ അവിടെ മനുഷ്യബന്ധങ്ങളിൽ തീർച്ചയായും വളരെ കൃത്യമായി തന്നെ ഇസ്ലാം എങ്ങനെയാകണം ആദർശ വ്യത്യാസമുള്ള ആളുകളുമായി പെരുമാറേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അവരെ അടിച്ചമർത്തുവാനോ അടിച്ചേൽപ്പിക്കുവാനോ പാടില്ല എന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ബഹുമാന്യരെ, എൻ്റെ രക്ഷിതാക്കൾ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഞാനൊരു ഹിന്ദുവാണ്. എങ്കിലും എല്ലാ മതത്തോടും എനിക്ക് ബഹുമാനവും ആദരവുമാണ്. ഇത് ഈ പ്രഭാഷണം ഇവിടെ നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ വടക്കഞ്ചേരിയിൽ നിന്ന് വന്നതാണ്. എൻ്റെ ഒരു സുഹൃത്ത് സലിം എന്ന് പറയുന്ന ഒരു സുഹൃത്തിനോടൊപ്പം ഇവിടെ എത്തിയതാണ്. ഇവിടെ നടന്ന സംഭാഷണങ്ങൾ സശ്രദ്ധം ഞാൻ കേൾക്കുകയും എനിക്ക് വളരെ താല്പര്യം ജനിച്ചതുകൊണ്ട് അതിൽ എനിക്കുണ്ടായ ഒന്ന് രണ്ട് സംശയം, ഒരുപക്ഷെ എനിക്ക് ചിലപ്പോൾ അബദ്ധങ്ങളായിരിക്കാം, എങ്കിലും സദയം ക്ഷമിക്കണമെന്ന് ഒരു അഭ്യർത്ഥനയോടുകൂടിയാണ് എൻ്റെ ചോദ്യം. ലോകത്തിലെ ഞാൻ പഠിച്ചിട്ടുള്ളത് ലോകത്തിൻ്റെ സംസ്കാരത്തിൻ്റെ തൊട്ടിൽ ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യം, അങ്ങനെ ആ ഈജിപ്റ്റ് മുതൽ ഏതാണ്ട് ഇസ്രയേൽ, മക്ക, മദീന തുടങ്ങിയ എല്ലാ രാജ്യങ്ങളും ഈ സംസ്കാരം പരന്നു കിടക്കുന്ന പ്രദേശമായിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അവിടെ ജനിച്ചു വളർന്ന പ്രവാചകൻ മുഹമ്മദ് നബി, ഇത് പറയാൻ കാര്യം വിശുദ്ധ ഖുർആൻ ഒരു ദേശത്തിൻ്റെയോ ഒരു ഭാഷയോടോ അല്ലെങ്കിൽ ഒരു സമൂഹത്തോടോ അല്ല ഒരു പ്രത്യേക വ്യക്തിയോടോ കടപ്പെട്ടതല്ല എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ടാണ് എനിക്ക് ഈ സംശയം ജനിച്ചത്. അത് ഈ വിശുദ്ധ ഖുർആൻ ജനത്തോട് പറയാൻ തിരഞ്ഞെടുത്ത മുഹമ്മദ് നബിയോടെങ്കിലും ഈ വിശുദ്ധ ഖുർആന് പ്രതിബദ്ധതയില്ലേ, അല്ലെങ്കിൽ അതിന് കടമയില്ലേ, കടപ്പാടില്ലേ? ആ ദേശത്തോട്, അദ്ദേഹം ജനിച്ചു വളർന്ന ആ ദേശത്തോട് കടപ്പാടില്ലേ? ആ വ്യക്തിയോടും ആ ഭാഷയോട്, ഇത് ഏത് ഭാഷയിലാണ് എഴുതപ്പെട്ടതെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ പറയപ്പെട്ടതെന്ന് എനിക്കറിയില്ല, ആ ഭാഷയോട് കടപ്പാടില്ലേ? അതാണ് ഒരു ചോദ്യം. ഒരു ചോദ്യം കൂടെ. 1400 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മഹാപ്രവാചകൻ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതാ ഈ ഗ്രന്ഥം. അതിനു മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ BC 6-ാം ശതകത്തിൽ ജീവിച്ചിരുന്ന ബുദ്ധൻ, ശ്രീബുദ്ധൻ അഹിംസയെക്കുറിച്ച് പറഞ്ഞു. അതേപോലെ ഇവിടെ ജീവിച്ചിരുന്ന ഋഷിമാർ ലോകാഹ സമസ്താഹ സുഖ്നോ എന്ന് പറഞ്ഞു. ഇതൊക്കെ ഏത് ദൈവത്തിൻ്റെയോ അല്ലെങ്കിൽ ഏത് ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ പറയപ്പെട്ടത്? അതായത് BC 6-ാം ശതകത്തിലാണ് അവർ ഇവിടെ ഇന്ത്യയിൽ അത് പറയപ്പെട്ടത്. അത് ഇത്രയാണ് എൻ്റെ സംശയം. ബഹുമാന്യനായ സുഹൃത്തിൻ്റെ ചോദ്യം 2 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, ഇസ്ലാമിന് ആരോടെങ്കിലും പ്രത്യേകമായ മമതയോ കടപ്പാടോ ഇല്ല എന്ന രൂപത്തിലുള്ള പരാമർശം അന്തിമ പ്രവാചകൻ ജനിച്ച നാടിനോടും ആ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഭാഷയോടുമുള്ള കടപ്പാടില്ലേ എന്നാണ് ചോദ്യം. ബഹുമാന്യനായ സഹോദരൻ വിഷയാവതരണത്തിലെ പരാമർശത്തെ തെറ്റിദ്ധരിച്ചുവോ എന്നാണ് എൻ്റെ സംശയം. വിഷയാവതരണത്തിൽ പറഞ്ഞത് ഇസ്ലാം ഏതെങ്കിലും ഒരു പ്രത്യേക ദേശത്തെയോ ഭാഷയെയോ അല്ലെങ്കിൽ വ്യക്തിയെയോ കുറിക്കുന്നതല്ല എന്നാണ്.
ഒന്ന് വിശദമാക്കാം. നമുക്കറിയാം ലോകത്തൊരുപാട് മതങ്ങളുണ്ട്, ഇന്നറിയപ്പെടുന്ന മതങ്ങൾ. ആ മതങ്ങളെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ആ മതങ്ങൾ ഒന്നുകിൽ അത് രൂപപ്പെട്ടു വന്ന പ്രദേശവുമായി ബന്ധപ്പെട്ട നാമങ്ങൾ പേറുന്നതായിരിക്കും, അതല്ലെങ്കിൽ അത് രൂപപ്പെടുത്തിയെടുത്തു എന്ന് പറയുന്ന വ്യക്തിയുടെ പേരുകൾ പേറുന്നതായിരിക്കും, അതല്ലെങ്കിൽ അത് വളർന്നു വന്ന തറവാടിൻ്റെ പേരുകൾ പേറുന്നതായിരിക്കും. ഉദാഹരണത്തിന് നമുക്കറിയാം, ഇപ്പോൾ ക്രിസ്തു മതം, ക്രിസ്തു ഇല്ലെങ്കിൽ ക്രിസ്തു മതമില്ല. ബുദ്ധനില്ലെങ്കിൽ, ആ പദത്തിലാണ് ഞാൻ പറയുന്നത്, പിന്നെ ഇസ്ലാം എന്ത് എന്നുള്ളത് നമുക്ക് കടന്നു വരാം. ബുദ്ധനില്ലെങ്കിൽ ബുദ്ധ മതമില്ല. ഹിന്ദു എന്നുള്ള പദമുണ്ടാകുന്നത് സപ്തസിന്ധുവിൽ നിന്നാണ്. നമുക്കറിയാം, സിന്ധു എന്നുള്ള പദത്തിൽ ആണ് പിന്നെ ഹിന്ദു എന്ന പദമായി പരിണമിച്ചത്. അതിൻ്റെ പരിണാമം എന്നല്ല ഞാൻ പറയുന്നത്. ആ ഹിന്ദു, ആ സപ്തസിന്ധുവില്ലെങ്കിൽ, ആ പ്രദേശമില്ലെങ്കിൽ ഇല്ല. ഇസ്രായേൽ ഇല്ലെങ്കിൽ ഇസ്രായേൽ, ജൂതൻ എന്നൊരു പ്രയോഗം തന്നെ അപ്രസക്തമാകുന്നു. അപ്പോൾ എന്നാൽ ഇസ്ലാം എന്ന് പറഞ്ഞ പദം ഇത്തരം വ്യക്തിയുടെയോ ദേശത്തിൻ്റെയോ ഭാഷയുടെയോ ഒന്നും പേര് പേറുന്നില്ല, പേര് അതിൽ പേറുന്നില്ല. മറിച്ച് ഒരാശയമാണത്. അതെന്താണ്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണം എന്നാണ് അർത്ഥം. ഒരാൾ, അറേബ്യയിലുള്ളൊരു മനുഷ്യൻ അയാളുടെ ജീവിതത്തെ സട്ടാവായ തമ്പുരാനെ സമർപ്പിക്കുവാൻ സന്നദ്ധമാകുമ്പോൾ സാങ്കേതികമായി അയാൾ മുസ്ലിമാകുന്നു. അതേ രൂപത്തിൽ തന്നെ ഭാരതത്തിലുള്ള ഒരാൾ സട്ടാവായ തമ്പുരാന് സ്വന്തം ജീവിതത്തെ സമർപ്പിക്കുവാൻ സന്നദ്ധമാവുകയാണെങ്കിൽ അയാൾ സാങ്കേതികമായി മുസ്ലിമാകുന്നു. ഇതേപോലെ അമേരിക്കയിലുള്ളൊരു മനുഷ്യൻ സട്ടാവായ തമ്പുരാന് ജീവിതത്തെ സമർപ്പിക്കുവാൻ സന്നദ്ധമാണ്. തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും സട്ടാവായ തമ്പുരാൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കുവാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അയാൾ സാങ്കേതികമായി മുസ്ലിമായി. അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണമാണ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ അടുത്ത ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറയേണ്ടി വരുന്നു. എന്തെന്ന് വെച്ചാൽ, ഇസ്ലാമിക വീക്ഷണപ്രകാരം പ്രവാചകന്മാരുടെ നിയോഗമുണ്ടാകാത്ത ഒരൊറ്റ പ്രദേശവും കഴിഞ്ഞു പോയിട്ടില്ല. ഇസ്ലാം മറ്റുള്ള സെമിറ്റിക് മതങ്ങളുമായും പലപ്പോഴും ഭാരതീയം എന്ന പേരിൽ പറയുന്ന ആ സങ്കുചിതമായ വീക്ഷണങ്ങളുമായി, ഭാരതീയ ഋഷിമാർക്കുണ്ടായിരുന്ന വീക്ഷണമല്ല, ഭാരതീയം എന്ന് പിൽക്കാലഘട്ടത്തിൽ പറയപ്പെട്ട സങ്കുചിത വീക്ഷണങ്ങളുമായും ഇസ്ലാം അവിടെ വിയോജിക്കുന്നു. എന്തെന്ന് വെച്ചാൽ ഖുർആൻ പറയുന്നു, വൈൻ മിൻ ഉമ്മത്തിനില്ല ഖലാഫിഹ നദീർ. ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല ഒരു പ്രവാചകൻ്റെ, ഒരു മുന്നറിയിപ്പുകാരൻ്റെ നിയോഗമുണ്ടായിട്ടല്ലാതെ. ഖുർആൻ്റെ പ്രയോഗം അറബി ഭാഷ അറിയുന്നവർക്കറിയാം, അതിസുന്ദരമാണ്. നിഷേധത്തിൻ്റെതാണ് പ്രയോഗം. ഒരൊറ്റ ദേശവും ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല ഒരു പ്രവാചകൻ്റെ മുന്നറിയിപ്പുകാരൻ്റെ നിയോഗം ഉണ്ടായിട്ടല്ലാതെ. അപ്പോൾ അവിടെ ഒരു വലിയ മിഥ്യ, ഒരു തലക്കനം തകർക്കുകയാണ് ഇസ്ലാം. ഇന്ന് നമുക്കറിയാം, ലോകത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ മുഴുവൻ ഇസ്രായേൽ തറവാട്ടിലേക്കാണ്. അതുകൊണ്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് തങ്ങൾ എന്നുള്ള അഹങ്കാരമാണ് ലോകത്തടക്കി ഭരിക്കുന്ന ആളുകൾക്ക്, ആ ആളുകളുടെ ബുദ്ധികൾക്ക് പിന്നിലുള്ളത് എന്നും അതാണ് ലോകത്ത് ഏറ്റവും വലിയ ഭീകരവാദമായി പരിണമിച്ചിട്ടുള്ളത് എന്നുമുള്ള വസ്തുത നമുക്കറിയാവുന്നതാണ്. അതേപോലെ തന്നെ ഭാരതത്തിൽ മാത്രമേ സനാതനധർമ്മം ഉണ്ടായിട്ടുള്ളൂ എന്ന വീക്ഷണം, സത്യത്തിൽ വസുധൈവ കുടുംബകം എന്ന് പറഞ്ഞ ഋഷിമാർക്ക് ആ വീക്ഷണമില്ല. ഇവിടെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ആശയം പറഞ്ഞവർക്ക് ആ വീക്ഷണമില്ല. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ അത്തരം ഒരു വീക്ഷണം ഭാരതീയമായി എന്ന പേരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. ഇതിനു പകരം ഇസ്ലാം പറയുക, ലോകത്ത് എവിടെ മനുഷ്യരുണ്ടോ അവിടേക്കെല്ലാം ധർമ്മ സംസ്ഥാപകരുടെ നിയോഗം ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം പഠിപ്പിച്ചത് എന്താണ്? ഇസ്ലാമിക വീക്ഷണത്തിൽ ഇസ്ലാമാണ് എന്നാണ് പറയുക. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അറബികളുടെ മതം എന്നല്ല, മറിച്ച് സട്ടാവായ തമ്പുരാനെ ജീവിതത്തെ സമർപ്പിക്കുന്ന ആശയം എന്നാണ്. അവിടെ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ വീണ്ടും കടന്നു വരികയാണ്. ബുദ്ധമതം പഠിപ്പിച്ചിട്ടില്ല. ലഭിച്ച പിടികങ്ങളുടെ അടിസ്ഥാനത്തിൽ പിൽക്കാലഘട്ടത്തിലാണ് ബുദ്ധമതമെന്ന ഒരു ചിന്താധാരയുണ്ടായത്. ശ്രീബുദ്ധൻ ഉപദേശങ്ങൾ നൽകുകയായിരുന്നു ശിഷ്യന്മാർക്ക്. അതിൽ കുറേ ശേഖരിക്കപ്പെട്ടു, കുറേ ശേഖരിക്കപ്പെട്ടില്ല. എന്നാൽ ബുദ്ധപിടികങ്ങൾ എന്ന പേരിൽ ശേഖരിക്കപ്പെട്ട ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ പിൽക്കാലഘട്ടത്തിൽ ബുദ്ധമതമുണ്ടായി. നിങ്ങൾ ഭാരതീയ ഋഷിമാരെ പരിശോധിച്ചു നോക്കൂ.
ഭാരതത്തിൽ ഉപനിഷത്തുകൾ 108 എണ്ണമല്ല. ആ 108 ഉപനിഷത്തുകളിലായി എത്രയെത്ര ഋഷിമാരുടെ പേര് പറഞ്ഞു. ആ ഋഷിമാരാരും സ്വന്തം പേരിലോ സ്വന്തം നാട്ടിൻ്റെ പേരിലോ സ്വന്തം പ്രദേശത്തിൻ്റെ പേരിലോ ഒരു മതം സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അവരെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? വളരെ കൃത്യമായി അവർ പറഞ്ഞ കാര്യം, തമേശ്വരാണം പരമം മഹേശ്വര താം ദേവതാനാം പരമം ച ദൈവതം പതിം പദീനാം പരമം പരസ്ഥാത് വിധാമദേവം ഭുവനേശമീഡ്യം. എന്താ പറഞ്ഞത്? ശ്വേതശതരോപനിഷത്തിലെ 6-ാം അധ്യായത്തിലെ 7-ാമത്തെ വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു വചനാണ് ഞാൻ പറഞ്ഞത്. ഈശ്വരന്മാരുടെ ഈശ്വരനായ, ദേവന്മാരുടെ ദേവനായ, അതേപോലെ സകല ആരാധനകളും അർഹിക്കുന്നവനായ ആ പരമേശ്വരന് നിങ്ങൾ നമസ്കരിക്കുക, അവന് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. ഇത് തന്നെയാണ് ഇസ്ലാം. ആ സൃഷ്ടാവായ തമ്പുരാന് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ സന്നദ്ധമാവുക എന്ന് പറയലാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. ആ സൃഷ്ടാവായ തമ്പുരാൻ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പ്രവാചകന്മാരെല്ലാം ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെല്ലാം ഈ സമർപ്പണത്തിൻ്റെ ആശയം പഠിപ്പിച്ചു. പിൽക്കാലഘട്ടത്തിൽ പ്രവാചകൻ എന്ന് വിളിച്ചാലും ഋഷി എന്ന് വിളിച്ചാലും, ഋഷി എന്ന് പറഞ്ഞ പദത്തിന് തന്നെ അർത്ഥം എന്താ? പ്രവാചകൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടാവായ തമ്പുരാനിൽ നിന്ന് ആശയങ്ങൾ, വെളിപാടുകൾ കേട്ട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നവനാണ് പ്രവാചകൻ, റസൂൽ അല്ലെങ്കിൽ നബി എന്നെല്ലാം പറയുക. ഋഷി എന്ന് പറഞ്ഞാൽ എന്താ? ഋഷിയാണ്, അഥവാ ശ്രവിച്ചവനാണ്, ശ്രുതി ലഭിച്ചവനാണ് ഋഷി. ശ്രുതി എന്ന് പറഞ്ഞാൽ കേട്ടത് എന്നാണ്. അഗ്നി ഭഗവാനിൽ നിന്ന്, സട്ടാവായ തമ്പുരാനിൽ നിന്ന് ചില പ്രത്യേക ആളുകൾക്ക് ചില വെളിപാടുണ്ടാകുന്നു. ആ വെളിപാടുണ്ടായവനാണ് ഋഷി. അത് കേട്ടതാണ് ശ്രുതി. ആ ശ്രുതിക്ക് വേറൊരു പേരാണ് വേദം. ഞാൻ ചുരുക്കത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സൃഷ്ടാവായ തമ്പുരാൻ്റെ നിയോഗമുണ്ടായ പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആശയമാണ് ഇസ്ലാം. അപ്പോൾ പിന്നെ എന്താണ് മുഹമ്മദ് നബിയുടെ സവിശേഷത? എന്താണ് വിശുദ്ധ ഖുർആന്റെ സവിശേഷത? എന്താണ് അറബി ഭാഷയുടെ സവിശേഷത? എന്താണ് അറബ് നാടിൻ്റെ സവിശേഷത? അവിടെ മുഹമ്മദ് നബിക്ക് സവിശേഷതയുണ്ട്, ഇല്ല എന്നല്ല. മുഹമ്മദ് നബിക്ക് മുൻപുള്ള പ്രവാചകന്മാരെ പോലെ ഒരു മഹാപ്രവാചകനാണ് എന്ന സവിശേഷതയോടൊപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് പടച്ച തമ്പുരാൻ ഈ പ്രവാചകത്വത്തിൻ്റെ ശൃംഖലക്ക് അവസാനം കുറിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത വ്യക്തി എന്ന സവിശേഷതയുമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വൈയക്തികമായ സവിശേഷതയാണ്. എന്ന് വെച്ച് അത് അറേബ്യയുടെ സവിശേഷതയാകുന്നില്ല. മുഹമ്മദ് നബി ജനിച്ച അറേബ്യയിൽ തന്നെയായിരുന്നു അബൂജഹലും ജനിച്ചത് എന്നും, ഒരാൾ നന്മക്ക് വേണ്ടി പറഞ്ഞെങ്കിൽ അതേ സ്ഥലത്തുള്ള മറ്റൊരാൾ തിന്മക്ക് വേണ്ടിയായിരുന്നു പറഞ്ഞത് എന്നുമാണ് ഇസ്ലാം പഠിപ്പിക്കുക. അറബിയായി എന്നുള്ളത് കൊണ്ട് യാതൊരു ഗുണവുമില്ല. ഒരാശയം സ്വീകരിക്കുന്നത് വഴിയാണ് അയാൾ നന്മയിലോ തിന്മയിലോ എത്തിച്ചേരുന്നത്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട അതേ ഭാഷയായ അറബിയിൽ തന്നെയാണ് നഗ്നത വിവരണങ്ങളാൽ വികൃതമാക്കപ്പെട്ട മുഅല്ലഖയെ പോലെയുള്ള സൃഷ്ടികളും തൂങ്ങിക്കിടന്നിരുന്നത് എന്നതാണ് സത്യം. അറബി ഭാഷ എന്നുള്ളത് കൊണ്ട് ഒരു തോന്നിവാസം അറബിയിൽ പറഞ്ഞാൽ അത് തോന്നിവാസമല്ലാതായി തീരുന്നില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ പടച്ചവൻ്റെ അടുത്ത് നിന്നുള്ളതാണ് എന്നുള്ളത് കൊണ്ട് അത് വിശുദ്ധമാണ്. അത് ഭാഷയിലായതുകൊണ്ടല്ല. എന്നാൽ അറബി ഭാഷയെ പടച്ചവൻ തിരഞ്ഞെടുക്കാൻ ചില പ്രത്യേക കാരണങ്ങളുണ്ട്. ഭാഷാപരമായി നോക്കുമ്പോൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ഭാഷയായിരുന്നു അറബി എന്ന് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ലിംഗ്വിസ്റ്റിക്കിലെല്ലാം ഒരുപാട് പഠനങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് വേറൊരു വശമാണല്ലോ, ചോദ്യത്തിൽ വന്നിട്ടുള്ളതല്ല. ചുരുക്കത്തിൽ ഇവിടെ ബഹുമാന്യ സുഹൃത്ത് സൂചിപ്പിച്ച ഭാരതീയരായ ഋഷിമാർ പറഞ്ഞ മഹാവാക്യങ്ങൾ മുസ്ലിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഭാരതീയരായ പ്രവാചകന്മാർ, പടച്ച തമ്പുരാൻ്റെ നിയോഗമുണ്ടായ, പടച്ചവനിൽ നിന്ന് വെളിപാടുണ്ടായ പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയങ്ങളുടെ സ്വാധീനമുണ്ട് ഈ വചനങ്ങളിലെല്ലാതാണ്. പക്ഷേ ബാന്ധവ മാനവ സർവേ സ്വദേശ ഭുവനത്രയം എന്ന് പഠിപ്പിച്ച ഋഷിമാർ, മനുഷ്യരെല്ലാം ബന്ധുക്കളാണ്, അവരുടെ സ്വദേശമാണ് ഭൂമി മുഴുവനും എന്ന് പഠിപ്പിച്ച ഋഷിമാരെ പിൽക്കാലഘട്ടത്തിൽ സങ്കുചിതവൽക്കരിക്കാൻ വേണ്ടി ശ്രമമുണ്ടായി. അത് ശരിയല്ല. അതേപോലെ തന്നെ ആ ഋഷിമാരുടെ പേരിൽ പിൽക്കാലഘട്ടത്തിൽ ചിലർ ജാതീയതയെപ്പോലെയുള്ള വർണ്ണവെറിയെപ്പോലെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് ശരിയല്ല എന്ന് പറയുമ്പോൾ അത് ഋഷിമാർക്കെതിരിൽ പറയുന്നതല്ല, മറിച്ച് പുരോഹിതന്മാരുടെ സ്വാധീനമുണ്ടായി. പുരോഹിതനും പ്രവാചകനും തമ്മിലൊരു വ്യത്യാസമുണ്ട്. പ്രവാചകൻ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു, പുരോഹിതൻ
ജനങ്ങളെ ഉപയോഗിച്ച് ജീവിക്കുന്നു എന്നതാണ് വ്യത്യാസം. പുരോഹിതൻ മതത്തെ തനിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, പ്രവാചകൻ മതത്തെ ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ച് ജനങ്ങളെ നന്മയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നു. പുരോഹിതന്മാരെപ്പോഴും മനുഷ്യരെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. പലപ്പോഴും അങ്ങനെയാണ്. എല്ലാ പുരോഹിതന്മാരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് പൗരോഹിത്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി മതം ചൂഷണത്തിൻ്റെ ഉപാധിയായി തീരുന്നു. പ്രവാചകന്മാർ പഠിപ്പിച്ച ദൈവസങ്കല്പം പൂർണ്ണമായി സ്വീകരിക്കണമെന്ന് പറയുന്നതിൻ്റെ അടിത്തറ തന്നെ ഈ പൗരോഹിത്യത്തിൻ്റെ നിഷേധമാണ്. എന്തുകൊണ്ടെന്നാൽ സ്രഷ്ടാവായ തമ്പുരാൻ, അവൻ്റെ സൃഷ്ടി മനുഷ്യൻ, ആ സ്രഷ്ടാവായ തമ്പുരാനും മനുഷ്യനും തമ്മിൽ യാതൊരു രൂപത്തിലുമുള്ള ഒരു അകലമില്ല. തൻ്റെ കണ്ടനാടിയേക്കാൾ അടുത്തുള്ള സ്രഷ്ടാവായ തമ്പുരാൻ, തൻ്റെ പ്രശ്നങ്ങൾ കൃത്യമായി അറിയുന്നവൻ, അവനോട് ചോദിച്ചോ, നിന്റെ പ്രശ്നങ്ങൾ അവൻ്റെ മുന്നിൽ അവതരിപ്പിച്ചോ, നിന്റെ പ്രയാസങ്ങൾ അവൻ്റെ മുന്നിൽ കരഞ്ഞു തീർത്തോ, നീ അവനോട് പ്രാർത്ഥിച്ചോ, എങ്കിൽ നീ ഉന്നതനാകും. അതേസമയം നീ മറ്റൊരു സൃഷ്ടിയോട് ആരാധിക്കുമ്പോൾ, നീ സൃഷ്ടിപൂജ നടത്തുമ്പോൾ സംഭവിക്കുന്നത് ഒന്ന് വൈയക്തികമായ അധമത്വമാണെങ്കിൽ മറ്റൊന്ന് പൗരോഹിത്യത്തിന് കടന്നു വരാനുള്ള സാധ്യതകളാണ്. പൗരോഹിത്യം അവിടെ കടന്നു വരും. ഇതെല്ലാമാണ് ഇസ്ലാം പഠിപ്പിക്കുക. ചുരുക്കത്തിൽ സുഹൃത്ത് പറഞ്ഞ 2 ചോദ്യങ്ങളിൽ ഒന്നാമത്തേത് മുഹമ്മദ് നബി ജനിച്ച പ്രദേശത്തിൻ്റെ പ്രത്യേകതയും മറ്റുള്ളതാണ്. തീർച്ചയായും മുഹമ്മദ് നബി എന്നുള്ള നിലക്ക് അദ്ദേഹം അന്തിമ പ്രവാചകൻ എന്നുള്ള നിലക്കുള്ള സവിശേഷതകളുണ്ട്, അദ്ദേഹത്തിന് പ്രത്യേകതകളുണ്ട്. ഇസ്ലാം അദ്ദേഹത്തെ ആദരിക്കുന്നു, മറ്റുള്ള പ്രവാചകന്മാരെ ആദരിക്കുന്നത് പോലെ തന്നെ. എന്നാൽ മറ്റുള്ള പ്രവാചകന്മാർ അവർ മോശപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാം ഒരിക്കലും മോശപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാൻ മുസ്ലിങ്ങളെ അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, അന്തിമ പ്രവാചകൻ അംഗീകരിക്കുന്ന ആളുകൾ മറ്റുള്ള പ്രവാചകന്മാരെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യൽ നിർബന്ധമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകന്മാരുടെ നിയോഗമുണ്ടാകാത്ത ഒറ്റ സമുദായം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭാരതത്തിലേക്ക് വന്ന പ്രവാചകന്മാർ പഠിപ്പിച്ച മഹത്തായ ആശയങ്ങളുടെ സ്വാധീനം ഇപ്പോഴും വേദങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് മാനവികമായ ആദർശങ്ങൾ അവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ